മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങൾ. ഈ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് കർത്താവ് ശിഷ്യന്മാരെ ലോകമെമ്പാടും പോയി ശിഷ്യരെ ഉണ്ടാക്കുവാനുള്ള ആ ഒരു ആഹ്വാനം നൽകുന്ന ഒരു വാക്യമാണ്. ഇതിനെ ഗ്രേറ്റ് കമാൻഡ്മെൻറ്റ് എന്ന് അല്ലെങ്കിൽ ഫൈനൽ കമാൻഡ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന ഒരു വേദഭാഗമാണ്. ഞാൻ ആ വേദഭാഗത്തിൽ നിന്ന് ആരംഭിക്കുവാൻ താല്പര്യപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ. യേശു അടുത്തു ചെന്ന, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഇത് ഈ ഒരു വാക്യം കർത്താവ് അവസാനമായിട്ട് ശിഷ്യന്മാരോട് ഈ ലോകത്ത് വെച്ച് പറഞ്ഞ വാക്യങ്ങളാണെന്ന് നമുക്കറിയാം. ഇതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ ലോകാവസാനത്തെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്. അതിങ്ങനെയാണ്: ലോകത്തിലെല്ലായിടത്തും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന ഒരു കാലം വരും. ആ സമയത്ത് കർത്താവ് വരും, ആ അന്ത്യകാലം വരുമെന്ന് ഒരു വാക്യം ആ ഭാഗത്ത് നമുക്കുണ്ട്. അപ്പോൾ അത് 14-ാം വാക്യമാണ്. 24-14 രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അപ്പോൾ കർത്താവിൻ്റെ വരവിന് മുമ്പ് നടക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം കൂടെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പുതിയ നിയമ ആരാധനയെക്കുറിച്ചുള്ളൊരു ചിത്രം നമുക്ക് കാണാം. ഈ പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത് മിഷൻ്റെ ഒരു ക്ലൈമാക്സ് ആണ്. അത് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലാണ് അതുള്ളത്. അവിടെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ 9-ാം വാക്യം: കുഞ്ഞാടിൻ്റെ മുമ്പ് പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു നിൻ്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യം കൊണ്ട് നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ഉദ്ദേശം എന്താണ്, എന്തിനാണ് ഈ കർത്താവ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്താണ് ഈ കർത്താവിൻ്റെ ഉദ്ദേശം, ഇങ്ങനൊരു മിഷൻ ആയിട്ട് നമ്മളെല്ലാം പറഞ്ഞു വിടാനുള്ള കർത്താവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ജാതികളും ഭാഷകളും വംശങ്ങളും ബാബേൽ ഗോപുരത്തിന് മുമ്പിൽ പിളർന്നു പോയ, തകർന്നു പോയ, ചിതറപ്പെട്ടു പോയ കർത്താവിൻ്റെ മക്കളെ, എല്ലാ ജാതികളെ ഒന്നിച്ചുകൂട്ടി വീണ്ടും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുന്ന ഒരു കാലഘട്ടം കർത്താവ് മുമ്പിൽ കാണുന്നു. അതിനുവേണ്ടിയാണ് ഈ മിഷൻ എല്ലാം നടക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഇപ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് മിഷൻ വളരെ ദരിദ്രമായി പോകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം കർത്താവ് വന്നാൽ പോകുമെന്ന് ഉറപ്പുള്ള വിശ്വാസികൾ ഇന്ന് കുറവാണ്. കാരണം നമ്മളിന്ന് ഏതെങ്കിലും ഒരു വിശ്വാസികളോട് വഴിയിൽ നിന്ന് കാഷ്വലായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പ്രാർത്ഥിക്കുന്ന എല്ലാ ഈ ലോകത്തിലെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ്. വിടുതലെന്നുള്ള വാക്കാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിന് വേണ്ടി. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിലൊരു പ്രായമായൊരു അമ്മച്ചി വന്നു. ആ അമ്മച്ചിയോട് ഞങ്ങൾ സംസാരിച്ചപ്പം വളരെ വർഷങ്ങളായിട്ട് ചെറുപ്പം തൊട്ടേ പെന്തക്കോസ്തിൽ പോകുന്ന ഒരു അമ്മച്ചിയാണ്. ആ അമ്മച്ചി പറഞ്ഞത് ഞങ്ങൾ വീട് വയ്ക്കാൻ വേണ്ടി പരിശ്രമിച്ചു, നടന്നില്ല. സ്ഥലം എടുത്തു കഴിഞ്ഞപ്പോൾ മുഴുവൻ കല്ലായിരുന്നു. അപ്പോൾ കല്ലെല്ലാം മാറ്റി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വീട് വയ്ക്കാനുള്ള പണം ഇല്ലാതായിപ്പോയി. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങളുടെ മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടും, ഞങ്ങൾ ഈ വീട് വയ്ക്കും, ഈ അനുഗ്രഹത്തിനുള്ള തടസ്സങ്ങളെല്ലാം മാറും, ഞാനത് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളും പ്രാർത്ഥിക്കണം. ഓക്കെ, സന്തോഷം. അപ്പോൾ ഇനി എന്ത് നടക്കും? അവരുടെ മക്കളെല്ലാം രക്ഷപ്പെടും, വീട് വയ്ക്കും, നന്നായിട്ട് അവിടെ താമസിക്കും, വിടുതലായി. ഈ വിടുതലിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഇന്ന് മിക്കവാറും എല്ലായിടത്തും നടക്കുന്നത്. അതായത് മക്കൾ സെറ്റിലാവണം, നമ്മളൊരു വീട് വയ്ക്കണം, സ്വസ്ഥമായിട്ട് താമസിക്കണം. ഇതിന് തടസ്സമായി നിൽക്കുന്ന പോരാട്ടങ്ങളെല്ലാം ശാസിക്കണം. അതിന് പറ്റുന്ന പാസ്റ്റർമാർ വന്ന് ഇന്ന് ഞാൻ നേരിടുന്ന വിഷയങ്ങളെല്ലാം ശാസിച്ച് പുറത്താക്കി എനിക്കൊരു സമാധാനം തന്ന് എന്നെ സെറ്റിൽ ഏൽപ്പിക്കുന്ന ഒരു ദൈവം വേണം. അപ്പം സ്വർഗത്തിൽ പോകുന്ന കാര്യമോ അത് കുറേ നാളായിട്ട് നമ്മൾ മിണ്ടാറില്ല.
അത് ഉറപ്പുമില്ല, പോകുമെന്ന് ഉറപ്പുമില്ല, മിണ്ടാറുമില്ല. അതിനെക്കുറിച്ച് ആരും സംസാരിക്കാറേ ഇല്ല. ഇപ്പം സംസാരിക്കുന്ന മുഴുവൻ തടസ്സങ്ങൾ മാറിയോന്നാണ്. അതായത് നമ്മൾക്കെല്ലാം മുഴുവൻ തടസ്സങ്ങളാണ് എല്ലാത്തിലും. ഇങ്ങോട്ട് വരുമ്പോൾ ട്രാഫിക് തടസ്സം, പിള്ളേർ പരീക്ഷ എഴുതുമ്പം ബുദ്ധിക്കുറവ് തടസ്സം, മടി വേറൊരു തടസ്സം. ഇതെല്ലാം ഓരോ ആത്മാക്കളാണെന്ന് വെച്ചാൽ ഇതിനെല്ലാം ശാസിക്കാൻ വേണ്ടിയൊക്കെ പാസ്റ്റർമാരും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഒരു ബോധ്യമോ ഉറപ്പോ സംസാരം ഒന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ടാർഗറ്റ് തന്നെ നമ്മളെങ്ങനെയെങ്കിലും സെറ്റിൽ ആവണം എന്നുള്ളതായതുകൊണ്ട് ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ചർച്ചിൽ കാനഡയിലേക്ക് വിസ നോക്കിയിരിക്കുന്നവർ, UK വിസ നോക്കിയിരിക്കുന്നവർ, പിന്നെ നല്ല ജോലി കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുന്നവർ, ഇവർക്ക് വേണ്ടിയല്ല ഈ വിടുതൽ പ്രാർത്ഥന നടക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഒരാൾ ഞാൻ ഏതെങ്കിലും ഒരു നാട്ടിൽ മിഷണറി ആയിട്ട് പോകുകയെന്ന് പറയുവാണെങ്കിൽ അത് വലിയൊരു അത്ഭുതമായിരിക്കും. കാരണം അങ്ങനൊരു വിഷൻ കൊടുക്കുന്നതില്ല. ഈ പ്രാർത്ഥനകളിലൂടെ എല്ലാം കൊടുക്കുന്ന വിഷൻ എന്താ? നിങ്ങളുടെ ദാരിദ്ര്യം മാറും, നിങ്ങളുടെ രോഗങ്ങൾ മാറും, നിങ്ങൾ സമൃദ്ധിയായി ഈ ലോകത്ത് ജീവിക്കും. അപ്പോൾ ഈ ലോകത്ത് എത്ര നാൾ ജീവിക്കും? നമ്മൾ വിചാരിക്കുന്ന എങ്ങനെ പോയാലും ഒരു കുറേ നാൾ ജീവിക്കും, ഉടനെ എങ്ങും പോകാൻ പോകുന്നില്ല. ഒരു 20 വർഷമെങ്കിലും നമ്മൾ എന്തായാലും ഇവിടെ എല്ലാവരുടെ മനസ്സിൽ എനിക്കൊന്നൊരു 20 വർഷത്തെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 20 വർഷം കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചാൽ മതി. അന്നേരം ഒരു കുറവുണ്ടാകരുത്, സമൃദ്ധി ഉണ്ടാകണം, പിള്ളേരെല്ലാം ഗതി പിടിച്ച് പോയി കാണണം, അവരുടെ കുഞ്ഞുമക്കളൊക്കെ സന്തോഷമായിട്ടിരിക്കുന്ന കണ്ടിട്ട് മരിച്ചാൽ മതി. ഇതാണ് ക്രിസ്തു നമ്മളെ രക്ഷിച്ചതിൻ്റെ ഉദ്ദേശം. എന്താ ഉദ്ദേശം? കർത്താവ് നമ്മളെ രക്ഷിച്ചത് എന്തിനാ? നമ്മൾ സെറ്റിലാവാൻ വേണ്ടിയാണ്, നമ്മൾ സമാധാനമായിട്ട് അത്രയേ ഉള്ളൂ. സ്വർഗ്ഗമൊന്നും അതിനകത്തില്ല, ആ പിക്ചറിലേ വരുന്നില്ല. ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വർഗത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നിത്യതയെക്കുറിച്ചുള്ളൊരു വിഷൻ നമുക്കില്ലെങ്കിൽ നമുക്കൊരിക്കലും മിഷണറി ആവാൻ പറ്റത്തില്ല. ഒരു മിഷന് വേണ്ടി ആരെയും പറഞ്ഞുവിടാൻ പറ്റില്ല. ഞാനതിനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് 1994 ഞാൻ രക്ഷിക്കപ്പെടും. 1994 നവംബർ, ഇപ്പോൾ ഏതാണ്ട് 30 വർഷമാകുമ്പോൾ. ആ കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ ആ സമയത്ത് വിശ്വാസികളായിരുന്ന ചിലരെങ്കിലും ഇവിടെ കാണുമായിരിക്കും. അന്ന് ഏത് കൺവെൻഷൻ നടന്നാലും അതിൻ്റെ പ്രധാന തീം കർത്താവ് വരാറായി, രക്ഷപ്പെടുക, സുവിശേഷത്തിൻ്റെ പ്രസംഗമാണ്. പാട്ടോ മുഴുവൻ പാട്ടുകളും പ്രത്യാശ ഗാനങ്ങളാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സ്വർഗ്ഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ. നാട്ടുകാർ പാടിക്കണം. കുഞ്ഞു പിള്ളേർ വാ തുറന്ന് ആദ്യം പാടുന്നത് അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓർമ്മയുണ്ടത്? എങ്ങോട്ട് യാത്ര ചെയ്യും? കാനഡയ്ക്കാണോ? അല്ല. UK-ക്കാണോ? ഓസ്ട്രേലിയക്കാണോ? അല്ല. അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന കാര്യം കുഞ്ഞു പിള്ളേർ വരെ പാടിക്കൊണ്ടിരുന്നത്. മൽപ്രിയൻ അന്വേഷിച്ച നായകനെ എപ്പോൾ വരും? സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ട. എല്ലാം പ്രത്യാശ ഗാനങ്ങളായിരുന്നു. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ. ഇതൊക്കെ ആൾക്കാർ പോപ്പുലറായിട്ട് ചെണ്ടയടിച്ച് പാടിക്കൊണ്ട് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി എന്ന് പറഞ്ഞാൽ അർത്ഥം നാമും അതിൻ്റെ കൂടെ പോകാറായി. പോകുമെന്ന് ഉറപ്പില്ലാത്ത നമ്മൾ എങ്ങനെ പാടും? ഇന്ന് പോകുമെന്ന് ഉറപ്പുള്ളവർ വളരെ കുറവാണ്. അതുകൊണ്ട് ഈ കർത്താവ് വരണമെന്നും വലിയ ആഗ്രഹമില്ല. ഈ പോകുന്ന ഉറപ്പില്ലാത്തവർ കർത്താവ് വരണമെന്ന് അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് കർത്താവ് വരാറായി, പെട്ടെന്ന് വേല തീർക്കണം, അങ്ങനൊരു ബേർഡനില്ല. അതുകൊണ്ട് മിഷണറി ആയിട്ട് പോകണമെന്നുള്ള ബേർഡനും ഇല്ല. കാരണം എന്താ? അതൊരു വഴി. ആ ഒരു വഴി ചിന്തിച്ചാൽ അതങ്ങനെയാണ്. അപ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് എന്ത് പറ്റില്ല? മിഷണറി വേല പറ്റുകയേയില്ല. കാരണം സ്വർഗത്തെക്കുറിച്ചൊരു വിഷൻ നമുക്കില്ലെങ്കിൽ നമ്മുടെ വിഷൻ മുഴുവൻ ഈ നശിച്ചു പോകുന്ന ലോകത്തെക്കുറിച്ചായിരിക്കും. പ്രാർത്ഥനകൾ മുഴുവൻ ഈ ലോകത്തിൽ ജയിക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. കർത്താവിൻ്റെ തേജസ്സിനെ കുറിച്ചുള്ള വിഷൻ നമുക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും എല്ലാം ഈ ലോകത്തിൻ്റെ തേജസ്സിനെ സംബന്ധിക്കുന്നതായിരിക്കും. ഈ ലോകത്തിലെ തേജസ് എങ്ങനെ നമുക്ക് വരുന്നേ? ഈ ലോകത്തിൻ്റെ തേജസ് നമുക്ക് ലഭിക്കാൻ ചില വഴികളുണ്ട്. നല്ല പോലെ സമ്പാദിക്കുക. അപ്പോൾ നല്ലൊരു മഹത്വം ഉണ്ടാകത്തില്ലേ? ആൾക്കാർ പുകഴ്ത്തി പറയുന്നത് കേൾക്കാം. നല്ല വിദ്യാഭ്യാസം ഉണ്ടാവുക, നല്ല ആരോഗ്യം ഉണ്ടാവുക, നല്ല വേഷവിധാനങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടുക. അപ്പോൾ ആൾക്കാർ പുകഴ്ത്തുന്ന കേൾക്കാം. അതാണ് മഹത്വം. മഹത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പുകഴ്ത്തുന്നതാ അല്ലേ? പുകഴ്ത്താനുള്ളതുണ്ടാവുക. അതിനാണ് നമ്മൾ മഹത്വം എന്ന് പറയുന്നത്. ഒരാളെ നമുക്ക് പുകഴ്ത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ട്? മഹത്വമുണ്ട്. അപ്പം ഈ ലോകത്ത് നമ്മൾ പുകഴ്ത്തപ്പെടാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ മാനിക്കുന്ന ദൈവം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ലോകം മുഴുവൻ എന്നെ പുകഴ്ത്തി പറയണം. കൊള്ളാമെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണം. അപ്പം അങ്ങനെ പറയിപ്പിക്കണമെങ്കിൽ എൻ്റെ കാശ് വേണം, പുത്തൻ വേണം അല്ലേ? അങ്ങനെയല്ല പറയുന്നത് അല്ലേ? മാമോൻ വേണം. ഈ മാമോൻ ഇല്ലാത്തവൻ ആരെങ്കിലും പുകഴ്ത്തുവോ? ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് മിഷണറിമാരില്ലാത്തത്? ഇത്തിരി മുമ്പ് സംസാരിച്ച ബ്രദർ പറഞ്ഞത് കുറേ 300 വർഷങ്ങളോളം മുൻപ് നടന്ന കഥയാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അന്നത്തെ കാലത്ത് ഈ 1700
1700കളിലാണ് അമേരിക്കയിലൊരു ഒരു മിഷണറി പ്രസ്ഥാനം ആദ്യമായിട്ട് തുടങ്ങുന്നത്. മോഡേൺ മിഷൻസ് ആരംഭിക്കുന്ന അവിടെയാണ്. അത് റെഡ് ഇന്ത്യൻസിന് വേണ്ടിയുള്ളൊരു മിഷണറി വർക്കായിരുന്നു. ഈ റെഡ് ഇന്ത്യൻസിനിടയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി അന്ന് പോയ ആൾ ജോനാഥൻ എഡ്വേർഡ്സ് എന്ന് പറയുന്നൊരു ശുശ്രൂഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്, ബുക്സൊക്കെ അവൈലബിൾ ആണ്. അതായിരുന്നു ആദ്യത്തെ മിഷൻ. അന്ന് TB ട്യൂബർക്കുലോസിസ് വളരെയധികം സ്പ്രെഡായിരുന്ന ഒരു കാലമായിരുന്നു. TBക്ക് മരുന്നൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിഷനകത്ത് ഒത്തിരി പേര് മിഷണറിമാരായിട്ട് പോവുകയും മരിക്കുകയും ചെയ്തു. ഡേവിഡ് ബ്രൈനാർഡ് എന്ന് പറഞ്ഞൊരു ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ കുറച്ച് നേരം മിഷൻ ചെയ്തുള്ളൂ. ആ മിഷൻ്റെ സമയത്ത് അദ്ദേഹം TB ബാധിതനായി മരിച്ചുപോയി. ഈ TB പിടിച്ച ആളെ കൊണ്ട് ഇദ്ദേഹം താമസിപ്പിച്ച സ്വന്തം വീട്ടിലാണ്. സ്വന്തം വീട്ടിൽ താമസിച്ചു. മകള് തന്നെ ശുശ്രൂഷിച്ചു, ആഹാരം ഉണ്ടാക്കി കൊടുത്തു. മകൾക്കും TB വന്നു, മരിച്ചുപോയി. അവർക്കതൊന്നും ഒരു പേടിയല്ലായിരുന്നു. ഈ മരണം എന്ന് പറഞ്ഞൊരു പേടിയല്ലായിരുന്നു. കർത്താവിൻ്റെ അടുത്ത് പോകാനുള്ള ഒരു ഷോർട്ട് കട്ടായിട്ട് അവർ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ളൊരു കാഴ്ചയുള്ളവർക്കേ ഒരു മിഷണറി ആകാൻ സാധിക്കുള്ളൂ. ഈ 1700 മുതൽ 1950, 1750 മുതൽ 1950 വരെയുള്ള 200 വർഷക്കാലം നമുക്ക് വേണമെങ്കിൽ അതിനെ മിഷണറി കാലഘട്ടം എന്ന് വിളിക്കാവുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്ന് അമേരിക്കയിൽ സ്റ്റുഡൻറ് വോളണ്ടറി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, SVM. അവർ 10,000-ഓളം മിഷണറിമാരെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചത്. ഈ സ്റ്റുഡൻറ് വോളണ്ടറി മിഷനിൽ വന്ന 10,000-ഓളം മിഷണറിമാരിൽ 8,000-ഓളം പേരും പെട്ടെന്ന് തന്നെ മരിച്ചു പോകുമായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംക്രമിക രോഗങ്ങൾ. ഇവിടെ റോബർട്ട് ഷേവർ എന്ന് പറഞ്ഞൊരു മിഷണറി പുനലൂർ വന്നു. ഒരാഴ്ച താമസിച്ചുള്ളൂ. ഒരാഴ്ച വന്നപ്പോഴേ രോഗബാധിതനായി, ഒരാഴ്ചക്കുള്ളിൽ മരിച്ചു. അപ്പോൾ അവസാനം അമേരിക്കയിൽ നിന്ന് മിഷണറിമാർ പോകുന്നത് എങ്ങനെയാണെന്നറിയോ? ചില ആൾക്കാർക്ക് അവരുടെ ബോഡി തിരിച്ച് അമേരിക്കയിലോട്ട് വരണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അവർ ശവപ്പെട്ടിക്കകത്താണ് ഈ ഡ്രസ്സുകളും ബൈബിളും ഒക്കെ പാക്ക് ചെയ്ത് ഇവർ മിഷണറിമാരായിട്ട് പോയിക്കൊണ്ടിരുന്നത്. തിരിച്ച് അതേ ശവപ്പെട്ടി വരാൻ തയ്യാറായിട്ടാണ് അവർ പോകുന്നത്. അല്ലെങ്കിൽ അടക്കാനുള്ള പെട്ടി സഹിതം പോയിക്കൊണ്ടിരുന്ന ഒരു കഥ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ അടുത്ത ഒക്ടോബറിൽ വിടുതൽ നടക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന നമുക്ക് ഇവരുടെ ഭാഷ മനസ്സിലാവില്ല, ഇവർ പോയിരുന്ന വഴി മനസ്സിലാവില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ തന്നെ അത് അധികപ്പറ്റായിട്ട് ആൾക്കാർക്ക് തോന്നുള്ളൂ. കാരണം ആ ഒരു കാലഘട്ടം 1950 ശേഷം, ഈ 1950 എന്താ സംഭവിച്ചെന്നറിയാം. ഇത് നിന്നു പോകേണ്ട ഒരു കാരണം ഞാൻ പറയാം. ആ സമയത്താണ് അമേരിക്ക ഭയങ്കര വലിയൊരു ഡൊമിനൻ്റ് ശക്തിയായിട്ട് മാറിയത് ലോകം മുഴുവൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട്, അതിനേക്കാൾ ഉപരി പറഞ്ഞ 2ാം ലോകമഹായുദ്ധത്തിന് മുമ്പ് ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന 2 ശക്തികൾ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടും പാരീസും ആയിരുന്നു. ഇംഗ്ലണ്ടും ഫ്രാൻസും. അവരുടെ കയ്യിലായിരുന്നു ലോകം മിക്കവാറും ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ട് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായിട്ട് ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞതോടുകൂടി ഇവർക്ക് ഇന്ത്യ പോലെ വലിയൊരു രാജ്യത്തെ കൊണ്ടു നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഇവിടുത്തെ ദാരിദ്ര്യം, ഇവിടുത്തെ കഷ്ടതയെല്ലാം അവർക്ക് അവിടെ ഇരുന്ന് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഇവിടുത്തെ മൂവ്മെൻറ്റ്, ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് വർദ്ധിച്ചു വന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചു. അങ്ങനെ ബ്രിട്ടൻ്റെ കീഴിലുള്ള അനേകം രാജ്യങ്ങൾ പോയി. അവരുടെ സമ്പത്തിനകത്ത് വലിയ കുറവ് വന്നു, അധികാരത്തിനകത്ത് വലിയ കുറവ് വന്നപ്പോൾ അമേരിക്കയും സോവിയറ്റ് യൂണിയനും, അതായത് മോസ്കോയും വാഷിങ്ടണും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളായിട്ട് മാറി. ഇഷ്ടംപോലെ പണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടംപോലെ പണം വരുമ്പോൾ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തന്നതാ ബ്രദറെ, അങ്ങനെയല്ലേ വ്യാഖ്യാനിക്കുന്നത്? ഇത് എവിടെ നിന്നെല്ലാം അടിച്ചു മാറ്റിയെന്ന് നമുക്കറിയാമായിരിക്കും. പക്ഷെ അത് പറഞ്ഞു വരുമ്പോൾ അതെങ്ങനെയാണ് വരുന്നത്? എത്രയോ എടുത്ത ചൂഷണം കൊണ്ടായിരിക്കും അവർ ആ പണം ഉണ്ടാക്കിയത്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ ദൈവം തന്നു. അപ്പോൾ ദൈവം പണം തരുമെന്നുള്ളൊരു ഫിലോസഫി 1950 തൊട്ടാണ് അമേരിക്കയിൽ സ്പ്രെഡാകുന്നത്. അമേരിക്കയിൽ എന്ത് സ്പ്രെഡായാലും അത് പെന്തക്കോസ്തിൽ കേരളത്തിൽ സ്പ്രെഡാവും, അതിന് സംശയമില്ല. അവിടെ എന്ത് സ്പ്രെഡായാലും ഏതെങ്കിലും ഒരു വഴി അത് പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് വന്നിരിക്കും. അങ്ങനെ പതുക്കെ പതുക്കെ ദൈവം തരും ഒരൊറ്റ വിഷയത്തിലേക്ക് നമ്മുടെ തിയോളജി മുഴുവൻ അങ്ങ് ഒതുങ്ങി. 1980-90 ഈ സുവിശേഷം പറയുന്ന, ആ ബേസിക് സുവിശേഷം പറയുന്ന ആളുകൾ തന്നെ നമ്മുടെ ഇടയിൽ നിന്ന് അപ്രത്യക്ഷമായി. ഈ ബേസിക് സുവിശേഷം പറയുന്ന ആളുകൾ അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ മനസ്സിലാക്കാം? പണ്ട് കാലത്ത് ട്രാക്റ്റുകൾ എഴുതുമ്പോൾ ട്രാക്റ്റിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരിക്കും, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ഓർമ്മയുണ്ടോ ട്രാക്റ്റ്? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എല്ലാ പ്രസംഗങ്ങളുടെ എല്ലാ അവസാനം ഒരു ചോദ്യമുണ്ട്, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ഇന്ന് ചോദിക്കുന്നത് എന്നാന്നറിയോ? സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടോ? കടഭാരത്തിലാണോ? പ്രാർത്ഥിക്കാൻ സമീപിക്കുക. ഇത് നേരത്തെ ഇവിടെ തൃശ്ശൂരടുത്ത് ഒരു ചാത്തൻ സേവാ പാർട്ടികളുണ്ടായിരുന്നു, കാനാരിമഠം.
അവരുടെ പരസ്യം മനോരമയിൽ വരുമ്പോൾ ഇങ്ങനെയായിരുന്നു: ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടോ, കടഭാരങ്ങളുണ്ടോ, എന്താ ബിസിനസ് തകർച്ചയുണ്ടോ, സമീപിക്കുക കാനാരി മഠം, കുട്ടിച്ചാത്തൻ സേവാമഠം, ചാത്തൻ സേവാമഠം. അവർക്കിപ്പോൾ ബിസിനസ് വളരെ കുറവാണ്. കാരണം എന്താണെന്നറിയോ? കാരണം എന്താ? അത് മുഴുവൻ പെന്തക്കോസിലെ പാസ്റ്റർമാർ നല്ല കോട്ടും സ്യൂട്ടും ഇട്ട് വന്ന് ഭയങ്കര വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്തി നമ്മളെല്ലാം പിരിച്ചുവിടാവുന്ന രീതിയിലാണ് ഈ വാക്യം കിടക്കുന്നത്. കർത്താവ് നമ്മോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകലരെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഈ കർത്താവ് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ ഉപദേശിച്ചാൽ അവർ നമ്മളോട് തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. കർത്താവ് എന്തൊക്കെയാ പഠിപ്പിച്ചത്? കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്നെ അനുഗമിക്കുക. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയെങ്കിൽ അത് ചൂടിനെടുത്തെറിഞ്ഞ് കളയുക. ഉപദേശിക്കാൻ പറ്റുമോ കർത്താവ് പഠിപ്പിച്ചതെല്ലാം? നിങ്ങളുടെ പുതപ്പൊരുത്തനെടുത്താൽ ഉടുപ്പും കൂടെ കൊടുക്കുക. നിങ്ങളോട് ചോദിക്കുന്ന എല്ലാവർക്കും കൊടുക്കുക. ഒന്ന് ഉപദേശിച്ച് ശിഷ്യരാക്കാൻ പറ്റുമോ? എന്താ കർത്താവ് പറഞ്ഞു? എന്നോട് നോക്കിയേ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുവിൻ. അപ്പോൾ ഈ നമ്മൾ ഇന്ന് ലോകത്ത് എവിടെ നോക്കിയാലും ഇതിൻ്റെ ആദ്യത്തെ രണ്ട് കാര്യങ്ങളല്ലാതെ ഈ മൂന്നാമത്തെ കാര്യത്തിലോട്ട് ഇറങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മിഷണറിമാരുണ്ടാകാത്തത്. കാരണം അവർക്ക് കർത്താവ് പറഞ്ഞത് കേട്ടിട്ടില്ല, കർത്താവ് പറഞ്ഞ പഠിപ്പിച്ചിട്ടില്ല. ഈ കർത്താവ് പറഞ്ഞ അനുസരിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഇത് പഠിപ്പിക്കാൻ പറ്റൂ. ഇനി അതൊക്കെ പോട്ടെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇരിക്കുമ്പോൾ കർത്താവ് പറയാണ്, ഒറ്റ കൽപ്പനയിലേക്ക് ഞാൻ ഇതെല്ലാം ചുരുക്കിത്തരാം ഈസി ആകാൻ വേണ്ടി. ഇത്രയും കൽപ്പനകൾ നിങ്ങൾ ഓർക്കണ്ട, ഒറ്റ കൽപ്പനയിലേക്ക് ഞാൻ ചുരുക്കിത്തരാം. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചാൽ മതി. ഓക്കെ, ഫൈൻ. എന്നിട്ട് പൗലോസ് അത് എടുത്തു പറയുന്നുണ്ട് ഗലാത്യ ലേഖനത്തിൽ, തൻ്റെ സഹോദരനെ സ്നേഹിക്കുക എന്നുള്ളതിനേക്കാൾ മുകളിൽ യാതൊരു ന്യായപ്രമാണവും ഇല്ല. അപ്പോൾ പ്രമാണം മുഴുവനും കൂടെ ചുരുക്കി ഒരൊറ്റ വാക്യത്തിൽ, പഴയ നിയമത്തിൽ രണ്ടുണ്ടായിരുന്നു, പുതിയ നിയമത്തിൽ ഒന്നേ ഉള്ളൂ. എന്തോ? നിന്റെ സഹോദരനെ ഞാൻ നിന്നെ എങ്ങനെ സ്നേഹിച്ചോ അതേപോലെ സ്നേഹിക്കുക. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഒറ്റ കൽപ്പന. അപ്പൊ കർത്താവ് പറഞ്ഞ ഈ ഒരൊറ്റ കൽപ്പന അനുസരിക്കാൻ നമ്മൾ ഉപദേശിക്കണമെന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15:12. യോഹന്നാൻ 15:12 വായിക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എന്റെ കൽപ്പന. അടുത്ത വാക്യം. എങ്ങനെയാ സ്നേഹിക്കുന്നേ? അടുത്ത വാക്യം. സ്നേഹിതർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. അപ്പൊ നമ്മളോട് കർത്താവ് ആവശ്യപ്പെടുന്ന ഒറ്റ കൽപ്പന എന്തോ? പറ. ഒറ്റ കൽപ്പനയുള്ളൂ. എന്തോ? നമുക്ക് ബാക്കിയെല്ലാം മറക്കാം, കാരണം ഇതെല്ലാം കൂടെ ചുരുക്കി ഒറ്റ കൽപ്പന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാകുന്നു എൻ്റെ കൽപ്പന. എന്തോ അത്? കർത്താവ് എനിക്ക് വേണ്ടി എങ്ങനെ മരിച്ചോ അതുപോലെ എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്ക് വേണ്ടി ഞാൻ മരിക്കണം. ഒന്ന് അടുത്തിരിക്കുന്ന ആൾ ഒന്ന് നോക്കിക്കേ, മരിക്കുമോ അടുത്തിരിക്കുന്ന ആൾക്ക് വേണ്ടി? കുറച്ച് പൈസ മേടിച്ചിട്ട് തിരിച്ചു തന്നില്ലെങ്കിൽ അറിയാം ഈ സ്നേഹം ഇതിലേ പോകുന്നു. അപ്പോഴാണ് കർത്താവ് പറയുന്നത് അടുത്തിരിക്കുന്നതുകൊണ്ട് മരിക്കുക. ഈ പ്രമാണം അനുസരിക്കാതെ നമുക്ക് എങ്ങനെ ശിഷ്യരാകാൻ പറ്റും? പ്രിയ സഹോദരങ്ങൾ, അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും,
ഈ പറയുന്ന പ്രസംഗിക്കുന്ന പ്രസംഗകൻ ഇങ്ങനെ അടുത്തിരിക്കുന്നവന് വേണ്ടി മരിക്കാനുള്ള സ്നേഹമുണ്ടോ? ചോദിക്കോ, നിങ്ങൾ ചോദിക്കോ? അപ്പം പിന്നെ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പോകാതെ ശരിക്കും വല്ല ദാവീദിൻ്റെ കഥയും പറഞ്ഞിട്ട് പോയാൽ എനിക്ക് അത്രയും കുറച്ച് ഉത്തരം പറഞ്ഞാൽ മതി. ഇപ്പം മനസ്സിലായി പാസ്റ്റർമാരെല്ലാം പഴയ നിയമം പറയുന്നത് എന്തിനാണ്? പഴയ നിയമം പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ പഴയ നിയമം ഇവർ വായിക്കുന്നത് യഹൂദന്മാർ വായിച്ച പോലെയാണ്. പഴയ നിയമം ശിഷ്യന്മാർ വായിച്ച പോലെ വായിച്ചാൽ അതിനകത്ത് എല്ലാം ക്രിസ്തുവുണ്ട്. പക്ഷെ ശിഷ്യന്മാർ വായിക്കുന്ന പോലെ വായിക്കണമെങ്കിൽ ആത്മാവ് വെളിപ്പെടുത്തണം. ആത്മാവിൽ വ്യാഖ്യാനിച്ചാൽ മാത്രമേ ശിഷ്യന്മാർ വായിച്ചതുപോലെ പഴയ നിയമം വായിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പഴയ നിയമം യഹൂദന്മാരെങ്ങനെ വായിച്ചിട്ട് ക്രിസ്തുവിനെ ക്രൂശിച്ചോ അതുപോലെ തന്നെ നമ്മൾ വായിച്ചിട്ട് ക്രിസ്തുവിനെ പള്ളിക്ക് പുറത്താക്കിയേക്കുക. സമാധാനമായോ? എല്ലാവർക്കും സന്തോഷമായോ? അല്ല, സന്തോഷമാകണം. കാരണം നമ്മൾക്ക് എന്താ പ്രശ്നം എന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് സന്തോഷമേ വരാവുള്ളൂ. കാരണം നമ്മൾ എവിടെ കിടക്കുന്ന അറിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു കൽപ്പന നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ ഒരു കൽപ്പന നിൽക്കുന്നത് കൊണ്ട് നമ്മളെല്ലാവരും അനുസരണം കെട്ടവരാണ്. സമ്മതിച്ചോ? അയ്യോ, ഞങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ സ്നാനപ്പെട്ട് ആഭരണം ധരിക്കാതെ വെള്ളവസ്ത്രം ഇട്ട്, ശരിക്കും പറഞ്ഞാൽ ആഭരണം ധരിക്കാതെ വെള്ളവസ്ത്രം ഇട്ട് ചെന്ന് ഓരോ കടയിൽ ചെന്ന് വില പേശി തർക്കുത്തരം പറയുമ്പോഴാണ് ആൾക്കാർ വിചാരിക്കുന്നത് പെന്തിക്കോസുകാരാണ്. തിരിച്ചാ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്, മറിച്ചല്ല. ആഭരണമൊന്നും ഇടാതെ കല്യാണം ആലോചിക്കാൻ ചെല്ലുമ്പം ഈ കല്യാണം ആലോചിക്കുന്നുണ്ടോ? പെന്തിക്കോസുകാർ കല്യാണം ആലോചിക്കുന്നത്? ഇപ്പൊ കല്യാണം ആലോചിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗൾഫിലോ അമേരിക്കയിലോ പോകാൻ, ഗൾഫൊന്നും വേണ്ട, ഇപ്പം UK എവിടെയെങ്കിലും പോകാനുള്ള ചാൻസ് ഉള്ളവരെയാണ് ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും. ആഭരണം ഇല്ല, പക്ഷെ ബാക്കി എല്ലാ മോഹങ്ങളോട് ഇരിപ്പുണ്ട്. ജീവനത്തിൻ്റെ പ്രതാപം, കൊതി, ലോകത്തോടുള്ള അസാമാന്യമായ കൊതി. ഞാൻ വിചാരിച്ചിട്ട് ലോകത്തിൽ ഏറ്റവും വലിയ അത്യാഗ്രഹികൾ നമ്മൾ വിശ്വാസികളാണ്. കാരണം നമുക്ക് എന്തും ചെയ്തു തരാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. പിന്നെ ആശിക്കുന്നതിന് എന്നാ കുഴപ്പം? ബാക്കിയുള്ളവർക്ക് അങ്ങനൊരു ദൈവം ഇല്ലാത്തതുകൊണ്ട് ഒരുത്തനവിടെ ഇരുന്നുകൊണ്ട് ആഗ്രഹിക്കുന്നൊരു പരിധിയുണ്ട്. കാരണം അവന് തന്നെ അറിയാം എനിക്ക് ഇത്രയും കപ്പാസിറ്റി ഉള്ളൂ, ഇത്ര ആഗ്രഹിക്കും. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ദൈവം നമ്മളെ ഇങ്ങനെ സുഖിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളായതുകൊണ്ട്, എന്ത് ചോദിച്ചാലും തരുന്ന ദൈവമായതുകൊണ്ട് അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് മതിയാകാത്ത രീതിയിലാണ് വളരുന്നത്. വീടൊന്നും ചെറുതൊന്നും പോരാ, വണ്ടിയൊന്നും ചെറുതൊന്നും പോരാ, ഇത് പിള്ളേരുടെ ഭാവി എന്ന് പറഞ്ഞാൽ ചെറിയ ശമ്പളമൊന്നും പോരാ, എല്ലാം ഭയങ്കര മോഹങ്ങളാണ്. കാരണം ദൈവം ഭയങ്കര ശക്തനാണല്ലോ. തരട്ടെന്നേ, എൻ്റെ ആഗ്രഹം എല്ലാം തീർത്ത് തരട്ടെന്ന്. ചുമ്മാ. അപ്പോൾ ഉപദേശമില്ല എന്നുള്ളത് കൊണ്ട് അപ്പോൾ ഒരു ചോദ്യം വരിക. ഈ ഒരു ചോദ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എങ്ങനെയാണ് മിഷണറിമാരൊരു സഭയിൽ ഉണ്ടാകുന്നത്? മിഷണറിമാരുണ്ടാകത്തതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? എന്താ പറഞ്ഞേ? പ്രത്യാശയില്ല. പ്രത്യാശയില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആളെ കൂട്ടുന്നത്? മോഹങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ശുശ്രൂഷയിൽ ഇറങ്ങുന്നവർ മുഴുവൻ മോഹങ്ങളുടെ കച്ചവടമാണ്. മുഴുവൻ എന്ന് പറയുമ്പോൾ 100-ന് 100 ഒരു 100-ന് 90 എന്ന് വേണേൽ പറയാം. എങ്ങനെ ഈ മോഹങ്ങൾ കച്ചവടം ചെയ്യുന്നറിയാം? പണ്ട് കാലത്ത് ഈ സൈക്കിളിലൊക്കെ നടന്നിട്ട്, ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഈ മൂവിയുടെ ഫിലിംസ് ഉണ്ടല്ലോ, പൊട്ടിപ്പോയ ഫിലിമുകൾ കണ്ടിട്ടുണ്ടോ? അവസാനം റീല് അതിങ്ങനെ ഒരു ഇതിനകത്ത് ചുറ്റിയിട്ട് നമ്മളെ ഓടിച്ച് കാണിക്കും. ഒരു മെഷീനുണ്ട് അതിന്. അപ്പം മൂവി പോലെ കാണാം. ഇത് കാണാൻ വേണ്ടി ആൾക്കാരിങ്ങനെ റോഡിൽ നിൽക്കും, പൈസ മേടിച്ച് ഇമാര് ചെയ്യും. തന്നെ ചെറിയ ഒരു സാധനം വാങ്ങിക്കാനും കിട്ടും, അത് വെച്ച് ഇങ്ങനെ കാണാം. അപ്പം ഞാനിങ്ങനെ ഇരിക്കുക, മിഷണറി ആയിട്ട് പോകണം, ഏത് ദേശത്ത് പോകണം, എവിടെയാണ് കർത്താവിനെ കുറിച്ച് ഒട്ടും കേട്ടിട്ടില്ലാത്ത സ്ഥലത്ത് പോകണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രവാചകൻ വരുന്നത്. പ്രവാചകൻ വന്ന് തലയിലോട്ട് കൈവച്ചിട്ട് പറയുന്നതെന്നറിയോ? നിന്നെ ഞാൻ തണുപ്പുള്ള ദേശത്തേക്ക്, അതേതാന്ന് മനസ്സിലായല്ലോ? തണുപ്പുള്ള ദേശത്താണ് കാശ് കൂടുതലുള്ളത്, മാമോൻ കൂടുതലുള്ളത്. കണ്ടിരിക്കുന്നു, നീ എയറോപ്ലെയിനിൽ കയറി പോകുന്നു. അപ്പോൾ ഇവനിങ്ങനെ സ്വപ്നം കാണുമോ? ഓ, അതാണോ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പ്ലാൻ? എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഇതാണ് ഈ സ്വപ്നം കാണൽ എന്ന് പറയുന്നത്. ഈ മോഹം നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുക. ഞങ്ങളുടെ ചർച്ചിലെ ഒരു ദൂരദേശത്ത്, ഇന്ത്യക്കൊക്കെ വെളിയിൽ, ഒരു ക്രിസ്ത്യാനികൾ ഒട്ടും ഇല്ലാത്തൊരു ദേശത്ത് വർക്ക് ചെയ്ത ഒരു മിഷണറി ഒരു കുട്ടിയുണ്ട്. ഈ കുട്ടിയുടെ ഒരു പ്രവാചകൻ പറഞ്ഞാണ്, നിന്നെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ 2000 പേരുള്ള ഒരു സദസ്സിൽ നീ ഇംഗ്ലീഷിൽ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ഞാൻ കണ്ടു.
അപ്പോൾ ഇനി ആ കൊച്ചെന്തായിരിക്കും സ്വപ്നം കാണുന്നത്? ഇതിനാണ് സ്വപ്നങ്ങളുടെ കച്ചവടം. മോഹങ്ങൾ കച്ചവടം ചെയ്യുക. ആ മോഹങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നു, പൈസ കൊടുത്തു വിടുന്നു. ഇതാണ് പരിപാടി. മോഹങ്ങൾ നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആ 5 മിനിറ്റ് നമ്മൾ ആ റീല് കണ്ടല്ലോ, അതിൻ്റെ ഒരു ആശ്വാസം. 5 മിനിറ്റ് എയറോപ്ലെയിനിൽ കയറിയല്ലോ, അതിൻ്റെ ഒരു ആശ്വാസം. അത് കാണിച്ചു തന്നയാൾക്ക് പൈസ കൊടുക്കുക, പോവുക. എൻ്റെ അടുത്തും ഈ ആൾക്കാർ വന്നിട്ടുണ്ട്, കർത്താവിൻ്റെ അടുത്ത് വരെ പോയിട്ടുണ്ട്. നീ ഒന്ന് ചാടിക്കോ, ഇപ്പം എല്ലാവർക്കും കാണാം, മിറക്കിൽ കണ്ടാൽ നിൻ്റെ പുറകെ ആൾക്കാർ വന്നോളൂ, നീ വലിയ ശുശ്രൂഷകനായി മാറും. എന്നോടൊരാൾ പറഞ്ഞാണ്, 200 പേരോട് സംസാരിക്കുന്ന നിങ്ങൾ 2000 പേരോട് സംസാരിക്കുന്ന തലത്തിലേക്ക് ദൈവം നിങ്ങൾ ഉയർത്താൻ പോകും. അപ്പം നമ്മുടെ എല്ലാ ഉള്ളിൽ ഈ അത്യാഗ്രഹം ഉണ്ടായി. അപ്പോൾ ആരുമില്ലാത്ത സിറിയയിലേക്കോ ആരുമില്ലാത്ത ഏതെങ്കിലും കുടുസ സ്ഥലത്തേക്കോ പോകാൻ എനിക്ക് തോന്നുന്നു. ഈ 2000 പേരുടെ വാഗ്ദത്തം കിടക്കുമല്ലേ. 2000 ആരാ? ഇതേ മലയാളികൾ, എത്ര കേട്ടാലും മതിയാകാത്ത മലയാളികൾ. അവർ പിന്നെ വന്ന് കേൾക്കുമെന്ന്. അതിനു വേണ്ടി എന്നെ ഉയർത്തുക ദൈവം. ഇത് എവിടത്തെ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഇപ്പൊ പ്രത്യാശയ്ക്ക് പകരം മോഹങ്ങൾ കൊടുത്തത് കൊണ്ട് മിഷണറി എന്ന് പറഞ്ഞൊരു മൈൻഡ് പോലും ഇല്ല. ഞാൻ ഈ ഇവിടെ ഇന്ത്യയിൽ വന്ന മിഷണറിമാരെ കുറിച്ചൊരു പരാമർശം ഉണ്ടായതുകൊണ്ട് ഞാൻ പറയാണ്. CSIക്കാർ, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ മിഷണറീസ് ഒത്തിരി പേരോട് വന്നിട്ടുണ്ട്. ഇന്നത്തെ CSI നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ അന്നത്തെ കാലത്ത് ബാപ്റ്റിസ്റ്റുകാരും CSIക്കാർ, ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഒത്തിരി മിഷണറിമാരെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ, അതായത് CSIയുടെ പാട്ടുപുസ്തകത്തിനകത്ത് ഞാനൊരു പാട്ട് കാണുകയാണ് കഴിഞ്ഞ ദിവസം, പഴയൊരു പാട്ടുപുസ്തകത്തിനകത്ത്. അതിനകത്തൊരു രോഗികളെ സന്ദർശിക്കുമ്പോൾ പാടേണ്ട പാട്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു പാട്ടുണ്ട്. ഈ പാട്ട് ഞാൻ വായിച്ച് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ആ പാട്ട് എങ്ങനെയാണെന്നറിയോ? അതിനകത്ത് കർത്താവ് ഇങ്ങോട്ട് സംസാരിക്കുന്ന പോലെ. കർത്താവ് പറയാണ്, രോഗവും ദുഃഖവും പ്രയാസവും ഈ ലോകം നിൻ്റേതല്ല എന്ന് കാണിക്കാൻ നീ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി ഞാൻ നിനക്ക് അയക്കുന്ന ദൂതന്മാരാണ്. ഇതാ ഈ രോഗിയുടെ അടുത്ത് പറയുന്നുണ്ട്. അടുത്തത്, നീ വിശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിൽ നിനക്ക് അനുസരിക്കാൻ പറ്റത്തില്ല. നിന്റെ വിശുദ്ധീകരണമാണ് നിന്റെ അനുസരണം. എന്നിട്ട് പറയാണ്, ക്രൂശിൽ നിനക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ് വേദന സഹിച്ച് മരിച്ച എന്നെ നീ ഓർത്തുകൊള്ളുക, അപ്പോൾ നിന്റെ മനസ്സിന് സ്വസ്ഥത ലഭിക്കും. രോഗിയോട് ചെന്ന് പാടുന്നതാണ്. അവസാനത്തെ സ്റ്റാൻസാണ് ഞെട്ടിപ്പിച്ച് കളയുന്നത്. എന്നാണെന്നറിയാം? ഒരു നാൾ നീ തേജസ്സോടെ എൻ്റെ മുമ്പിൽ നിൽക്കും, അന്ന് നിന്റെ ശരീരത്തിൽ രോഗമോ ദുഃഖമോ പ്രയാസമോ ഉണ്ടാവുകയില്ല. രോഗിയായി കിടക്കുന്നയാൾ നീ ഒരു 50 വർഷം കൂടെ ജീവിക്കും എന്നല്ല അവർ പാടിയിട്ട് പോകുന്നേ, മരിച്ചാൽ അവിടെ കാണാമെന്ന് പറഞ്ഞ അന്തക്കാലം. അപ്പം മിഷണറിമാരുണ്ടാകുമ്പോൾ അവർക്കറിയാം പോകുമ്പോൾ ചിലപ്പോൾ 1 വർഷമൊക്കെ ജീവിക്കുള്ളൂ, സാരമില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് പോകുന്നവർ. അത് എന്തുകൊണ്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജീവൻ അത്ര വിലയേറിയതായി എണ്ണാത്തത് കൊണ്ടാണ്. ഞങ്ങളുടെ സഭയിൽ നിന്ന് 10ഓളം മിഷണറിമാർ, അതിൽ കൂടുതലുണ്ട്, മിഷണറിമാരായിട്ട് പല സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന മിഷണറിമാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇന്ത്യക്ക് വെളിയിൽ. ഇവരെ ആരെയും ഞാൻ പറഞ്ഞു വിട്ടല്ല, ഞാൻ കാരണം പോയതുമല്ല. അതിനകത്ത് എനിക്കൊരു ചെറു വിരലിൻ്റെ പങ്കാളിത്തം പോലും ഇല്ല. അവർ പോകാൻ കാരണം അവർ മരണഭയത്തെ ജയിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഒടുക്കത്തെ ശത്രുവായ മരണഭയം, ആ മരണഭയം നമ്മളിൽ നീങ്ങാതെ ഒരു മിഷണറി ഉണ്ടാവില്ല. കാരണം ഡിട്രീഷ് ബോൺഹോഫർ പറഞ്ഞ പോലെ, കർത്താവ് ഒരാളെ വിളിക്കുമ്പോൾ വരിക ഞാൻ നിന്നെ മുതലാളിയാക്കാം എന്നല്ല, വരിക മരിക്കുക എന്നാണ് ആ വിളി. അപ്പൊ വരിക മരിക്കുക എന്നുള്ള വിളി കേൾക്കാത്ത ഒരാൾക്ക് ഒരിക്കലും മിഷണറി ആയിട്ട് പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് എങ്ങനെ മിഷണറിമാരുണ്ടായി? നമ്മൾ സാധാരണ ഒരു പാട്ട് എപ്പോഴും പാടാറുണ്ടല്ലോ, ആകർഷിക്ക എന്നെ പ്രിയ രക്ഷക നീ മരിച്ച ക്രൂശിങ്കൽ. ആ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? ഓക്കെ, അത് സാധാരണയൊക്കെ പാടാറുള്ള പാട്ടാണ്. അതിനകത്തുണ്ട് ഒരു സ്റ്റാൻസ, അത് മലയാളികൾ വെട്ടിക്കളഞ്ഞു. മലയാളത്തിലോട്ട്, ഇംഗ്ലീഷ് പാട്ട് മലയാളത്തിലോട്ട് ഡ്രോമി നീറർ നീറർ, ആ പാട്ടിൻ്റെ മലയാളമാണ് ഞാൻ പറഞ്ഞത്. ഇംഗ്ലീഷിലുണ്ടെന്ന മലയാളത്തിലില്ല, ഒരു സ്റ്റാൻസ വെട്ടിക്കളഞ്ഞത്. എന്നിലേക്ക് നിന്നെ ആകർഷിപ്പാനായി രോഗമാം നിൻ ദൂതനെ എന്നിലേക്ക് അയച്ച നിനക്ക് സ്തോത്രം എന്നൊരു വാക്യമുണ്ട്, അത് അവർ കട്ട് ചെയ്ത് കളഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, രോഗം വരുന്ന മാറട്ടെ, കുഴപ്പമില്ല. മാറിയില്ലെങ്കിൽ അവിടെ വെച്ച് കാണാൻ എന്താണ് ഇത്ര പ്രശ്നം? അതിനാരും സ്തോത്രം പറയത്തില്ല. കാരണം അവിടെ കാണാമെന്നുള്ളത് ഒരു ശാപമായിട്ടാണ് ഇന്ന് ആൾക്കാർ കാണുന്നത്.
ഒന്ന് സ്തോത്രം പറയാൻ ധൈര്യമുണ്ടോ? പോയാ പോട്ടെ, എങ്ങോട്ട് പോകാനാ? കർത്താവിൻ്റെ അടുത്തോട്ടല്ലേ പോകുന്നത് അല്ലേ? അതായി പ്രശ്നം. പോകുന്നത് എങ്ങോട്ടെന്ന് അറിയാൻ വയ്യാതെ എങ്ങനെ. അപ്പൊ ഒരു കാരണം ഞാൻ പറഞ്ഞത്, ഈ പ്രത്യാശ എന്താക്കി മാറ്റി? മോഹങ്ങളാക്കി മാറ്റി. ഇനി അടുത്ത പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ചിലപ്പം ദേഷ്യം ഉണ്ടാകുമായിരിക്കും, കുഴപ്പമില്ല. ഈ ശുശ്രൂഷയുടെ കാര്യം പറയുമ്പം 5 തരം ശുശ്രൂഷകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അല്ലേ? 5 തരം ശുശ്രൂഷകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? അപ്പോസ്തലൻ, പ്രവാചകൻ, പിന്നെ ആരാ? സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. ഇതൊരു ഓർഡറിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലികമായ ശുശ്രൂഷകൾ, അതായത് ഏതെങ്കിലും ഒരു ആരുമില്ലാത്തൊരു സ്ഥലത്ത് പോയി ശുശ്രൂഷിച്ച് തുടങ്ങി അവരെ നമ്മൾ അപ്പോസ്തലന്മാരെന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ അവരാരും യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരെ പോലെ, പൗലോസിനെ പോലുള്ള അപ്പോസ്തലന്മാരല്ല. കാരണം അവർക്ക് ഈ ലേഖനം എഴുതി നമുക്ക് തരാനുള്ള അധികാരം ഉണ്ടായിരുന്നു. ചർച്ചിൻ്റെ ഫൗണ്ടേഷനായി മാറാനുള്ള അധികാരം അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രവാചകന്മാർ. ഈ അപ്പോസ്തലന്മാരുടെ മെസ്സേജസ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, അതെല്ലാം പഴയ നിയമ പ്രവാചകന്മാരുടെ കൊട്ടേഷൻസാണ്. അവർ സ്ഥാപിച്ചുകൊണ്ടിരുന്നത് പഴയ നിയമ പ്രോഫറ്റ്സ് എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം ക്രിസ്തുവിനെ കുറിച്ചായിരുന്നു. ആ ക്രിസ്തുവാണ് യേശു എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഈ അപ്പോസ്തലന്മാർ നടക്കുന്നത്. അപ്പോൾ അതാണ് സഭയുടെ ഫൗണ്ടേഷൻ. എല്ലാ സഭയിലും അപ്പോസ്തലനും പ്രവാചകനും ഉണ്ടാവണം നിർബന്ധമില്ല. നമ്മുടെ പുതിയ നിയമ പ്രവാചകന്മാരുണ്ട്, അത് എല്ലാ സഭകളിലും ഉണ്ടാകണം. പക്ഷേ ഈ പഴയ നിയമ പ്രോഫറ്റ്സ് ഇനി ഉണ്ടാവത്തില്ല. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ശുശ്രൂഷകളായിട്ട് അപ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് എസെൻഷ്യലായിട്ടൊരു സഭയിൽ വേണമെന്ന് നിർബന്ധം പിടിക്കാം. ഒന്ന് സുവിശേഷകൻ, മറ്റൊന്ന് ഇടയൻ, ഉപദേഷ്ടാവ്. ഇതിൻ്റെ ഓർഡർ എന്താണ്? ആദ്യം അപ്പോസ്തലൻ, പ്രവാചകൻ, പിന്നെ സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. അപ്പൊ സുവിശേഷകന്റെ പണി എന്തോ? സുവിശേഷകന്റെ പണി എന്തോ? സുവിശേഷം പറയാ. സുവിശേഷം പറയുന്ന എവിടെയാ പോകുന്നത്? അവിശ്വാസികളെടുത്താണോ വിശ്വാസികളെടുത്താണോ? അവിശ്വാസികളെടുത്ത്. അപ്പൊ ഈ അവിശ്വാസി ആര്? സുവിശേഷകൻ. അപ്പൊ മിഷണറി ആരാ? സുവിശേഷകനാ. ഇപ്പൊ മിഷണറി അല്ലെങ്കിൽ സുവിശേഷകൻ എന്ന് പറയുന്നത്, ഒരു സുവിശേഷകനും മിഷണറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സുവിശേഷകൻ അതാത് ജീവിത സാഹചര്യങ്ങളിൽ ചുറ്റുമുള്ളവരുടെ സുവിശേഷം പറയുമ്പോൾ, ഒരു മിഷണറി ഒരു സംസ്കാരം വിട്ട്, ദേശം വിട്ട് അപരിചിതമായൊരു സംസ്കാരത്തിലേക്ക് പോയി സുവിശേഷം പറയാൻ വേണ്ടി മുഴുവൻ സമർപ്പിക്കുന്ന ഒരാളെയാണ് നമ്മൾ മിഷണറി എന്ന് പറയുന്നത്. നമ്മളുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു സമൂഹത്തിലേക്ക്, നമ്മളുമായി യാതൊരു ബ്രിഡ്ജുമില്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് പോകുക എന്നുള്ളതാണ് ഒരു മിഷണറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭാഷ വേറെ ആയിരിക്കും, സംസ്കാരം വേറെ ആയിരിക്കും. അപ്പം ഞാൻ അവിടെ ചെന്ന് അവരുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് അങ്ങനെ മിഷണറി ആയിട്ട് മാറും. ഈ സുവിശേഷകന്റെ ആദ്യം കൊടുക്കാനുള്ള കാരണം, സുവിശേഷകർ പോയി ആൾക്കാരെ പിടിച്ച് ഇടയനെ ഏൽപ്പിക്കും. ഇടയൻ അവരെ പരിപാലനം ചെയ്യുകയും ഉപദേഷ്ടാവിനെ കൊണ്ട് അവർക്ക് വചനം മനസ്സിലാക്കി കൊടുപ്പിക്കുകയും ചെയ്യും. ഉപദേഷ്ടാവിന്റെ പണി എന്താ? ഉപദേശം കൊടുക്കുക. ഓക്കെ, ഇന്ന് പാസ്റ്റർ എന്ന് പറയുന്ന ഒരൊറ്റ തസ്തിക മാത്രമേ ഉള്ളൂ. തസ്തികയായിട്ട് ആ ഒരൊറ്റ ശുശ്രൂഷ മാത്രമേ ബഹുമാനിക്കപ്പെടുന്നുള്ളൂ. എനിക്കൊരു ഉപദേഷ്ടാവിൻ്റെ കൃപാവരമുള്ള ആളാണ്, പക്ഷെ എന്നെ എല്ലാവരും പാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. കാരണം പാസ്റ്റർ അല്ലെങ്കിൽ ഇടയൻ മാത്രമേ ബഹുമാനിക്കപ്പെടുന്നുള്ളൂ. ശരിക്കും എൻ്റെ പണി ഉപദേശി പണിയാണ്. ഐ ആം ആൻ ഉപദേശി, നോട്ട് എ പാസ്റ്റർ. പക്ഷെ ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചതായതുകൊണ്ടും ഓക്കെ, അപ്പം എൻ്റെ പേരെന്താണ്? ഓട്ടോമാറ്റിക്കലി എന്താണ്? നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ആദ്യം ബൈബിൾ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പം സുവി എന്ന് പറഞ്ഞു, സുവി ചേസ് ജോസഫ്. അത് ഏറ്റവും ലോവർ ഗ്രേഡാണ് സുവിശേഷകൻ. അത് മൂത്ത് കഴിയുമ്പോൾ പാവിരിക്കും, സെറ്റിൽ അയാൾ. കുറച്ചുകൂടെ മൂത്ത് കഴിയുമ്പം റവ. അങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ പ്രോഗ്രഷൻ. അപ്പോൾ ഈ സുവി എന്നുള്ളത് ഏറ്റവും താഴെ ആയതുകൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് ഒരു കഥ ഞാൻ കേട്ടത്, ഹല്ലേലിയ മാഗസിനകത്ത് ഒരു ഡയറക്ടർ ഉണ്ടാക്കുമായിരുന്നു, ഈ ആൾക്കാരുടെ പേരും ഒക്കെ ആയിട്ട്, പാസ്റ്റർമാരുടെ. അപ്പോൾ ഒരു പാസ്റ്റർക്ക് ഓർഡിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അന്ന് രാത്രി 11 മണിക്ക് ഓർഡിനേഷൻ ഒക്കെ ഇട്ടിട്ട് പുള്ളി ഹല്ലേലിയയുടെ ഓഫീസിൽ ഒന്ന് നോക്കി, ഇത് അവിടെ ആരുമില്ലായിരുന്നു. എന്നിട്ട് സ്ലിപ്പ് പുള്ളി എഴുതിയിട്ടു, രാത്രി 12 ആലോചിച്ചു എൻ്റെ പേരിൻ്റെ മുമ്പിലുള്ള സുവി മാറ്റി അത് ആക്കി മാറ്റണം അത്യാവശ്യമായിട്ട്. പുള്ളി എത്ര നാൾ സുവി ആയിട്ട് കഷ്ടപ്പെട്ടെന്നറിയോ? അപ്പോൾ പുള്ളിക്കൊരു മാനം കിട്ടുന്ന പരിപാടിയാണ് എന്ത്? ഈ സുവിശേഷകനെ സപ്രസ് ചെയ്തതോടുകൂടി
2 സാധനങ്ങൾ സഭയിൽ നിന്ന് അപ്രത്യക്ഷമായി. എന്താണെന്നറിയോ? സുവിശേഷം പോയ വഴിക്ക് എന്തൊക്കെയാണെന്ന് പറയാമോ? ഭൂതങ്ങൾ പോകുന്ന പരിപാടി, രോഗികൾ സൗഖ്യമാകുന്നവർ രണ്ടും പോയി. ഇത് രണ്ടും അവരുടെ കയ്യിരുന്ന സാധനങ്ങളായിരുന്നു. ഭൂതങ്ങൾ സഭയ്ക്കകത്താണോ വെളിയിലാണോ എന്ന് ചോദിച്ചാൽ ഇപ്പം പറയാൻ പറ്റില്ല. പക്ഷേ അത് വെളിയിലാണ് കാണേണ്ടത്. വെളിയിലാണ് കാണേണ്ടത്. പക്ഷെ അപ്പം ഈ ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം ആരുടെ കയ്യിലാണ് കൊടുക്കേണ്ടത്? ഇടയന്റെ കയ്യിലാണ്? സുവിശേഷകന്റെ കയ്യിലാണ്? അപ്പൊ ഈ ഭൂതങ്ങളെ പുറത്താക്കാൻ അധികാരമുള്ള ആള് ഒരു സുവിശേഷാത്മാവുള്ള ആളായിരിക്കും. അവർക്ക് എങ്ങനെയെങ്കിലും സുവിശേഷം പറയണതേ കാണുള്ളൂ. അവർ പോയി സുവിശേഷം പറയുമ്പോഴാണ് ഈ ഭൂതങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ കാണുകയും അവരെ പുറത്താക്കുകയും ചെയ്യുന്നത്. അല്ല, ചർച്ചിനകത്ത് ഇരുന്നിട്ട് ഡ്രം അടിക്കുമ്പോൾ ടപ്പ ടപ്പ ടപ്പാന്ന് അടിച്ച് കൺട്രോൾ പോയിട്ട് തുള്ളുന്നതല്ല ഭൂതം. വെള്ളം ഇത്തിരി കുടിക്കും. ഭൂതം എന്ന് പറഞ്ഞാൽ ഈ ഭൂതത്തെ പുറത്താക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുവിശേഷം പറയുമ്പം അത് ഇളകുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. ഇനി സുവിശേഷം പറഞ്ഞില്ലെങ്കിലും കർത്താവ് പുറത്താക്കിയ ഭൂതങ്ങളൊക്കെ ഒരു വല്ലാത്ത ഷേപ്പിലായിരുന്നു എല്ലാം കിടന്നത്. അല്ലാതെ ഡ്രം അടിച്ച് ഇളക്കിയതല്ല. മനസ്സിലായോ? അപ്പോൾ ഒരു ദേശത്ത് ചെല്ലുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, 2 ബ്രദറൻ സഹോദരന്മാർ എൻ്റെ സുഹൃത്തുക്കളാണ്. അവർ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഭൂതം ഇളകി. കാരണം ഈ ബ്രദറുകാർ ഭൂതം ഇളകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേല. അപ്പോൾ ഒരു ബ്രദറുകാരൻ പറഞ്ഞു നമുക്ക് പോകാൻ രക്ഷപ്പെടാമെന്ന്. കാരണം ഈ ഭൂതം എന്ത് ചെയ്യുമെന്ന് അറിയാൻ മേല, ഒരു പേടിയായിരുന്നു. അപ്പോൾ മറ്റേ പുള്ളി പറഞ്ഞു പാസ്റ്റർമാർ പുറത്താക്കുന്ന കണ്ടിട്ടുണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളി യേശുവിൻ്റെ നാമത്തിൽ പോന്ന് പറഞ്ഞു. ഉടനെ ആ ഭൂതം അങ്ങ് പോയി. ഒരു ഭയങ്കര അനുഭവമായിരുന്നു. കാരണം സുവിശേഷ പ്രവൃത്തി ചെയ്യുമ്പോഴേ ഇത് വരുന്നത്. ഈ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പം അവിടെയാണ് ഈ ഭൂതങ്ങളെ, രോഗികളെയും, ഞാൻ ഇത്തിരി മുമ്പ് പറഞ്ഞില്ലേ രോഗം വന്ന് മരിച്ചാൽ നമുക്ക് എന്നാ കുഴപ്പം, അങ്ങ് പോയാൽ പോരെന്ന്. പക്ഷെ നമ്മൾ പോയാലും കുഴപ്പമില്ല. ഈ വഴി കിടക്കുന്നവരുണ്ടല്ലോ, നമ്മൾ സുവിശേഷം പറയുമ്പോൾ അവിടെ രോഗിയായിരിക്കുന്നവൻ അങ്ങനെ പോകാൻ വിടാൻ പറ്റില്ല. അവൻ പോകുന്ന എവിടെ ആയിരിക്കും? അവനെയാണ് സൗഖ്യമാക്കി. ഈ രോഗശാന്തി, ഭൂതങ്ങളിൽ നിന്നുള്ള വിടുതൽ എന്നൊക്കെ പറയും നടക്കേണ്ടത് സഭയ്ക്ക് വെളിയിലാണ്, സഭയ്ക്ക് അകത്തല്ല. അതൊരു കൺവെൻഷൻ സ്റ്റേജിലല്ല നടക്കേണ്ടത്. അതൊക്കെ സുവിശേഷകരുടെ കയ്യിൽ നടന്നു പോകേണ്ട കാര്യങ്ങളാണ്. എത്രയൊക്കെ മനസ്സിലായി ഞാൻ പറയുന്നത്? അപ്പൊ കൃപാവരങ്ങൾ ഒതുക്കപ്പെട്ടു. കൃപാവരങ്ങളിലുള്ള ശുശ്രൂഷകളില്ല. ഇന്ന് ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ് വെച്ചുള്ള ശുശ്രൂഷകളേ ഉള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ബൈബിൾ കോളേജിൽ നിന്ന് വെളിയിറങ്ങുന്നവരിൽ ചിലർ സുവിശേഷകരായിരിക്കാം, ചിലർ ഇടയന്മാരായിരിക്കാം, ചിലർ ഉപദേഷ്ടാക്കന്മാരായിരിക്കാം. പക്ഷെ അവർക്ക് ആ ശുശ്രൂഷകൾ എന്താണെന്ന് പോലും അറിയില്ല. ഞാൻ ആന്ധ്രയിൽ മിഷണറി ആയിട്ട് പോയി. അവിടെ 8 വർഷം കഴിഞ്ഞപ്പം, 10 വർഷമാണ് ആയുണ്ടായിരുന്നത്. 8-9 വർഷം വരെ ഞാൻ വിചാരിച്ചിരുന്നത് മിഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പണിയും ചെയ്യുന്ന ആളെന്നായിരുന്നു. അതായത് ഒരു സഭ തുടങ്ങിക്കഴിഞ്ഞാൽ സഭയുടെ അക്കൗണ്ട് തൊട്ട്, സഭ നടത്തിപ്പ് തൊട്ട്, ടീച്ചിങ് തൊട്ട്, സുവിശേഷ വേല തൊട്ട്. അപ്പം അങ്ങനെ ഇരിക്കെ വേറൊരു മിഷണറി ഫാമിലി ഞങ്ങളോട് വന്നു. ആ മിഷണറി എന്നോട് ചോദിച്ചു, ചേസ് ബ്രദറിൻ്റെ യഥാർത്ഥ കോളിങ് എന്തോ? ഞാൻ പറഞ്ഞു ഇതല്ല, അങ്ങനെയല്ല, ഒരു അവയവം, ഒരു കോളിങ് ഉണ്ടായിരിക്കും. അതെന്താ? ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പഠിപ്പിക്കാനാണ് എന്നെ വിളിച്ചേക്കുന്നത്, ഉപദേഷ്ടാവാണ്, വചനത്തിൻ്റെ വെളിച്ചമാണ്, വെളിപ്പാടാണ് എനിക്ക് തരുന്നത്. അപ്പം ഞാൻ അന്ന് തീരുമാനിച്ചു, വചനം പഠിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു പണിയും ഞാൻ ചെയ്യത്തില്ല. അങ്ങനെ തീരുമാനിച്ച് എറണാകുളത്ത് സഭയൊക്കെ കൂടി വന്നപ്പം ഞാൻ പാസ്റ്ററായിട്ടിരിക്കത്തില്ല. ഉള്ളി എന്നോട് ദൈവം ഏൽപ്പിച്ചേക്കുന്ന കാര്യം വചനം പ്രസംഗിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഒരു സഭ വേണമെങ്കിൽ ഇടയൻ വേണം. അതിന് ബൈബിൾ കോളേജിൽ നിന്ന് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരല്ല, അങ്ങയുടെ കൃപാവരമുള്ള, ഇടയ ശുശ്രൂഷ വരമുള്ള ആളുകൾ വേണം. വേണ്ടേ? അപ്പൊ ദൈവം അങ്ങനെ വരമുള്ളവരെ അയച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇടയനുമായി ഉപദേഷ്ടാവുമായി ഇനി സുവിശേഷം പറയാൻ പോകാൻ വേണ്ട ആൾക്കാർ വേണം. അപ്പോൾ കർത്താവ് അതുപോലെ റാഡിക്കൽ, അതായത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത റാഡിക്കൽ തോട്ട്സ് ഉള്ള മിഷണറിമാരെ ഞങ്ങളുടെ ചർച്ചിലേക്ക് അയച്ചു. ഇതെല്ലാം ദൈവം ഓരോരോ അവയവങ്ങളെ വെച്ച് പണിയുകയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, കുറച്ച് പഴയ നിയമം മാത്രം പ്രസംഗിക്കാൻ അറിയാവുന്ന, അല്ലെങ്കിൽ 1-2 അധ്യായങ്ങൾ ബൈബിളിൽ മാത്രം അറിയാവുന്ന ഞാൻ മിഷണറിയുമാണ്, ഈവാഞ്ചലിസ്റ്റുമാണ്, പ്രവാചകനുമാണ്, സുവിശേഷകനുമാണ്. വേറെ ആരെക്കൊണ്ട് ഒരു ശുശ്രൂഷയും ചെയ്യിപ്പിക്കാത്ത അവസ്ഥയായി കഴിഞ്ഞാൽ നമ്മുടെ സഭയിൽ ഒരു കൃപാവരങ്ങളും ജ്വലിക്കുകയില്ല. നമ്മുടെ പിള്ളേരെയും കൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടാവുകയില്ല. അവരിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കാര്യവും വെളിലോട്ട് വരിക പോലുമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പറയുമ്പം, ദൈവത്തിൻ്റെ ആത്മാവ് കൃപാവരങ്ങളെ സഭയിൽ നൽകുമെന്നും, കൊടുക്കുമെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ വേറൊരാൾക്ക് ഉപദേഷ്ടാവിൻ്റെ വരമുണ്ടോ നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ വിഷയം ഞാൻ എന്താ പറഞ്ഞത്? പ്രത്യാശ,
ഇല്ലാതെ പോയി. അതുകൊണ്ട് നമുക്ക് മിഷണറിമാരായിട്ട് പോകാൻ പറ്റുന്നില്ല. രണ്ടാമത്, സുവിശേഷകൻ എന്ന് പറയുന്ന ഒരു വർഗം തന്നെ വംശനാശം വന്ന അവസ്ഥയിലായി പോയി. അങ്ങനെ ഒരു കൂട്ടരേ ഇന്നില്ല. സുവിശേഷം പറയാൻ പോകുന്ന ആളുകൾ ഇന്നില്ല. അത്ഭുതങ്ങൾ നടക്കുന്നില്ല, അല്ലേ? ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ പറയാം അവരൊക്കെ ബ്രദറുകാരെ പോലെ, ഇവരിങ്ങനെ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലേ? അങ്ങനെ പറയുന്നത്. എന്നെക്കുറിച്ച് എല്ലാവരും പറയുന്നത് ബ്രദറുകാരനാണ്. എന്താ കാരണം എന്നറിയോ? വചനം പറയുന്ന എല്ലാം ബ്രദറുകാരാണോ? കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പ്രസംഗിച്ചതാണ്. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, വചനത്തിലല്ല, 4-ാം അധ്യായത്തിൽ 20-ാം വാക്യം. ഇതിൻ്റെ പോകുന്ന വഴി നമുക്കൊന്ന് ഓടിച്ചിട്ടൊന്ന് നോക്കാം. 4:20. ദൈവരാജ്യം വചനത്തിലല്ല, ശക്തിയിൽ അത്രേ ആകുന്നു. അവർ പറഞ്ഞെന്നറിയോ? നിങ്ങൾ ഇങ്ങനെ വചനം പ്രസംഗിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ കൈ വീശുമ്പോഴാണ് ആൾക്കാർ വീഴുന്നത്. അപ്പൊ ആർക്കാ ശക്തി? ഞാൻ കൈ വീശ ഒന്നും സംഭവിക്കത്തില്ല, കണ്ടോ? ഊതിയാലൊന്നും സംഭവിക്കും. ഞാൻ ഇങ്ങനെ വചനം പറയുള്ളൂ. അപ്പൊ അവർ ഊതിയാലോ കൈ വീശാലോ എന്ത് സംഭവിക്കും? ആൾക്കാരെല്ലാം ദാ പോകുന്നു, ഒരു അടി 50 അടി പുറകോട്ട്. മുമ്പോട്ട് വരികയല്ല കേട്ടോ, എല്ലാം പുറകോട്ട് പോകുന്നു. അപ്പൊ ശക്തി ആർക്കാണ്? അവർക്കാണ്. ഈ വചനം എന്താ പറഞ്ഞേക്കുന്നറിയോ? തൊട്ടുമുമ്പുള്ള വാക്യത്തിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയോ? 4:19 കർത്താവിന് ഇഷ്ടമെങ്കിൽ, ചിലർ ചീർത്തിരിക്കുന്നു, കർത്താവിന് ഇഷ്ടമെങ്കിൽ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന്, ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല, ശക്തി തന്നെ കണ്ടറിയും. അവരുടെ വാക്കിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഇംഗ്ലീഷിൽ പറയുമ്പം അവരുടെ ടോക്ക് എന്ന് എഴുതിയിരിക്കുന്നത്, വചനം എന്നല്ല. വചനം എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന. അവിടെ കുറേ പേര് കൊരിന്ത് സഭ പറയുന്നുണ്ടായിരുന്നു, പൗലോസ് പോയി, ഇനി പൗലോസ് ഒന്നും ഈ നാട്ടിലോട്ട് വരത്തില്ല, അവൻ വലിയ വലിയ സഭകൾ സ്ഥാപിച്ചു പോയി, ഇനി നമുക്ക് അപ്പല്ലോസിൻ്റെ വിഭാഗമായിട്ട് പോകാം. അപ്പോൾ വേറെ കുറേ ആൾക്കാർ പറയും വേണ്ട, ഞാൻ പൗലോസിൻ്റെ ആൾ തന്നെയാണ്. അപ്പോൾ വേറെ അടുത്തും പറയും ഇവന്മാരെയൊക്കെ വിടും, ഒന്നാമത്തെ ആൾ പത്രോസാണ്, ഞാൻ കേഫാവിൻ്റെ ആണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവിടെ ഉള്ളത് കൊണ്ട് പൗലോസ് പറയാണ്, ചില ആളുകൾ ചീർത്തിരിക്കുന്നു, എന്നാൽ ദൈവം അനുവദിച്ചാൽ ഞാനവിടെ വരും. ചീർത്തിരിക്കുന്നവരുടെ വചനമല്ല, ദൈവത്തിൻ്റെ ശക്തിയാണെന്നറിയും. അതിനകത്ത് ഒരു വചനം എടുത്താണ് ഇവർ തട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത്, എന്തുകൊണ്ട് മിഷണറിമാർ ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് സുവിശേഷകൻ അപ്രത്യക്ഷനായി? സുവിശേഷകൻ ഇല്ലെങ്കിൽ പിന്നെ എന്തില്ല? മിഷണറി ഇല്ല. മനസ്സിലായോ? കാരണം ഓരോ മിഷണറിയും ഒരു സുവിശേഷകനാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ ഗ്രേറ്റ് കമ്മീഷന്റെ രണ്ടാമത്തെ ഭാഗം, അതെന്തായിരുന്നു? രണ്ടാമത്തെ ഭാഗം, ഞാൻ നിങ്ങളെ പ്രമാണിപ്പാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിക്കണം. ഈ കർത്താവ് പ്രമാണിക്കാൻ പറഞ്ഞ കാര്യം, കൽപ്പിച്ചു തന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അത് എളുപ്പമാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കർത്താവ് നമ്മോട് കൽപ്പിച്ചതൊക്കെ അനുസരിക്കാൻ എളുപ്പമാണോ പ്രയാസമാണോ? പ്രയാസമാണെന്ന് മാത്രമല്ല, അത് നടക്കുന്ന കാര്യമല്ല. അപ്പം നിങ്ങൾ പറയാം, ആഹാ അത്രയ്ക്കായോ, എന്നാൽ നടത്തി കാണിക്കും, എനിക്ക് സന്തോഷമുള്ളൂ, എനിക്ക് ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. സ്വത്തെല്ലാം വിറ്റ് അനുസരിച്ച് കാണിക്കണം കേട്ടോ. 2 ഉടുപ്പുണ്ടെങ്കിൽ ഒന്നും ഇല്ലാത്ത ആരെങ്കിലും സംഘടിപ്പിച്ച് അവർക്ക് കൊടുത്തിട്ട്, കയ്യിൽ എന്ത് ചോദിച്ചാലും എടുത്തു കൊടുത്ത്, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഇടയിൽ? നിങ്ങളുടെ കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. കണ്ണ് എപ്പോഴെല്ലാം ഇടർച്ച വരുത്തിയേക്കുന്നു? അടുത്ത വീട്ടിലൊരു ഡ്രസ്സ് കാണുമ്പം, അല്ലേ, അല്ലെങ്കിൽ ഒരു കാറ് കാണുമ്പം, അല്ലെങ്കിൽ ഒരു വീട് കാണുമ്പോൾ തോന്നുന്നില്ലേ എനിക്ക് എന്നാ ഇങ്ങനത്തെ ഒരെണ്ണം കിട്ടുന്നെന്ന് തോന്നുന്നില്ലേ? അത് ഇടർച്ചയാ, അല്ലേ? ആണോ? ചൂഴ്ന്നെടുത്ത് എറിഞ്ഞ് കളഞ്ഞോ ആരെങ്കിലും? കൈ നിനക്ക് ഇടർച്ചയാണെങ്കിൽ അത്. അപ്പോൾ നമ്മൾ ഇത്രയും വലിയ കൽപ്പനകൾ പഠിപ്പിക്കാൻ വേണ്ടി പോവുക. പുതിയ ചർച്ച് പണിതു, ആൾക്കാർ വന്നു, സ്നാനപ്പെട്ടു, ഇനി ഇത് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെന്ന് നിൽക്കുകയാണ്. ഒരു കരണം തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇരുന്ന ആൾ പറയും, ഇന്നലെ നീ വഴക്കുണ്ടാക്കുന്നത് ഞാൻ കണ്ടതാണ്, അന്ന് എന്താ കരണം കാണിച്ചു കൊടുക്കാഞ്ഞത്? ഊടുപാട ചോദ്യങ്ങളാണ്. അപ്പോൾ സഭ ഒരു കാര്യം കണ്ടുപിടിച്ചു, ഈ വലിയ വലിയ ഉപദേശങ്ങളിലോട്ടൊന്നും പോകണ്ട, നമുക്ക് ചെറിയ ചെറിയ ഉപദേശങ്ങൾ പറഞ്ഞ് ഇവരെ ശിഷ്യരാക്കാം. ഏതാ ചെറിയ ചെറിയ ഉപദേശങ്ങൾ? നമ്മൾ സഭയിൽ ശിഷ്യന്മാരുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാ? കൃത്യമായിട്ട് ഞായറാഴ്ച പള്ളിയിൽ വരണം, വേണ്ടേ? കേൾക്കുന്നുണ്ടോ? നിർബന്ധമല്ലേ? ആണോ അല്ലയോ? അതെ. കൃത്യമായി സ്തോത്രകാഴ്ച ഇടണം, ദശാംശം
കവറിനകത്ത് പേരെഴുതിയിടണം, അല്ലേ? ശരിയല്ലേ? അല്ലേ? ഇടങ്കേ ഒക്കെ ചെയ്യുന്ന വലങ്കേ അറിയണ്ട, പക്ഷെ സെൻട്രൽ അറിയണം, അത് പേര് എഴുതിയിടണം. 2, പറ്റുമെങ്കിൽ വെള്ള വസ്ത്രം ധരിച്ചു വരണം, അല്ലേ? ഒരു ഐശ്വര്യമല്ലേ? എന്നെ നോക്കരുത്, എൻ്റെ കാര്യം പോക്കാണ്. ഇനി ആഭരണം ധരിക്കരുത്. അപ്പം നമുക്കൊരു പെന്തക്കോസുകാരാവാനുള്ള നിയമങ്ങളൊക്കെ ആയില്ലേ? കള്ളു കുടിക്കരുത്, സിഗരറ്റ് വലിക്കരുത്, തിയേറ്ററിൽ പോയിരുന്ന് സിനിമ കാണരുത്. ഇപ്പം നല്ല പെന്തക്കോസുകാരനായില്ലേ? ആയോ അല്ലയോ? ആയോ ഇല്ലയോ? ഏകദേശമൊക്കെ ആയില്ലേ? അത്രയും മതി. അപ്പം കർത്താവ് എന്നോട് കൽപ്പിച്ചതൊക്കെ അനുസരിപ്പാൻ തക്കവണ്ണം പ്രമാണിപ്പാൻ അത് തൽക്കാലം നോക്കണ്ട. അത് തൽക്കാലം നമ്മൾ അതിൻ്റെ കുറച്ച് താഴെയുള്ളൊരു നീതി വെച്ച് സെറ്റിലായി. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിനെ അവൻ്റെ നീതിയെ എടുത്ത് ദൂരോട്ട് കളഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നീതി സ്ഥാപിച്ചു വെച്ചു. അതനുസരിച്ച് നമ്മൾ മറ്റുള്ളവരെ വിധിച്ചു. അവൻ ശരിയല്ല, ആഭരണമിട്ട് നടക്കുന്ന നടപ്പ് കണ്ടില്ലേ, നമ്മൾ വിധിച്ചു. അവരൊക്കെ ചർച്ചിൽ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് കാണണം, എന്താ കളറാ! നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഡ്രസ്സ് നോക്കുക, അവരെന്തെങ്കിലും ഇട്ടണം. ഞാൻ ഇന്നലെ പറയായിരുന്നു, ഒരാളുടെ കാര്യം പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ഒരു ഡ്രസ്സ് ഇടുന്നെങ്കിലും ഉണ്ടല്ലോ, നാളെ ഇനി അതും പ്രശ്നമായിട്ട് വരാം. ഇങ്ങനെയുള്ള നീതി വെച്ച് നമ്മൾ മറ്റുള്ളവരളന്നു തൂക്കി ഞാൻ ഒഴിച്ച് ലോകത്തുള്ള സകലർക്കും കുറവുണ്ടെന്ന് കണ്ടുപിടിച്ചു. TPM-കാരാണെങ്കിൽ അതിനകത്ത് 1-2 നിയമങ്ങളൂടെ ഉണ്ട്. പണ്ടുണ്ടായിരുന്നു, ഇപ്പം അതൊക്കെ പോയി. രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാൻ പാടില്ല. ഇത് രസകരമായിട്ട് റോമാലേഖനത്തിൽ ഇവരെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? റോമാലേഖനം 10:1-2 വായിച്ചു നോക്കി, അവിടെ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്താ പറയുന്നത് നോക്കി. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ. രക്ഷിക്കപ്പെടുവോ ആവോ? രക്ഷിക്കപ്പെടണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ആരാ ഇവരൊക്കെ? എന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. എക്സാക്ട്ലി. ഈ എവിടെയാണോ നിങ്ങൾ എരിവ് എന്ന് കാണുന്നത്, അപ്പം മനസ്സിലാക്കിയോണം അവിടെ എന്ത് നിയമമാണോ അവർ പറയുന്നത്, അവർക്ക് അത് കർത്താവ് പറഞ്ഞ കാര്യം ആയിരിക്കില്ല. കർത്താവ് പറഞ്ഞതിനെക്കുറിച്ച് എരിയാൻ ഗട്ട്സ് ഉള്ള ഒരാൾ പോലും നമ്മുടെ ഇടയിലില്ല. നിങ്ങൾ ഇന്നേ വരെ സ്വത്തൊന്നും വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ലേ, എന്നിട്ട് കർത്തൃമേശ എടുക്കാൻ വന്നേക്കോണം, അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഇന്നേ വരെ? അവിടെയൊന്നും എരിയാൻ ഒരാളെ പോലും കിട്ടില്ല. എരിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ബൈബിളിൽ അത് രേഖപ്പെടുത്താത്ത ഒരു ഉപദേശമായിരിക്കും. അങ്ങനെ എരിയാനേ നമുക്ക് കപ്പാസിറ്റി ഉള്ളൂ. ആ എരിവിലാണ് എൻ്റെ നീതി ഇരിക്കുന്നത്. നിങ്ങൾക്ക് എന്നോട് എന്താ തോന്നുന്നു എനിക്കറിയാൻ മേല. അടുത്ത വാക്യോട് വായിക്കുമ്പോൾ സമാധാനവും. വായിച്ചോ. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ ഇച്ഛിച്ചുകൊണ്ട് അന്വേഷിച്ചും കൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. അപ്പൊ എന്തുണ്ടായി? ദൈവത്തിന്റെ നീതി അങ്ങ് വിട്ടിട്ട് സ്വന്തം നീതി ഉണ്ടായി. ഈ സ്വന്തം നീതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധ്വാനം മുഴുവൻ എൻ്റെയാണ്. അപ്പൊ എനിക്കതിൻ്റെ ഒരു ഗമയുണ്ട്. ഞാനതിന് ഈ സ്വന്തം നീതിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ പാട്ട് കേട്ടില്ലേ, അവൻ ആർക്കും ബാക്കി എന്തോ കടക്കാരനല്ല. അത് സ്വന്തം നീതിയുടെ റിസൾട്ടാണ്. ഞാൻ ഇത്രയും കർത്താവിന് വേണ്ടി അധ്വാനിച്ചപ്പോൾ ഞാൻ അധ്വാനിച്ചത്. അപ്പൊ പ്രതിഫലം ആര് തരണം? കർത്താവ് തരണം. അപ്പം ഞാൻ കർത്താവിന് വേണ്ടി എന്തോ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വയനീതി എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഞാൻ ചെയ്തു, അതാണ് എൻ്റെ നീതി. ചില ആൾക്കാർ പറയാറുണ്ട്, വിശ്വാസി വന്നിട്ട് 50 വർഷം ഇന്നേ വരെ നിനക്ക് വൈബ്രേഷൻ ഉണ്ടെങ്കിൽ തന്നെ എഫക്റ്റ് ഉള്ളൂ. ഞാനൊരു ഹോസ്പിറ്റലിൽ കയറിയിട്ടില്ല. നല്ല കാര്യം, പക്ഷെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല കയറരുതെന്ന്. ഞാനും ഹോസ്പിറ്റലിൽ കയറിയിട്ട് 10-20 വർഷമായി, പക്ഷെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല കയറരുതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എരിവ് കൂടും, അവിടെ എരിവ് കൂടും. മനസ്സിലായോ? അത് എൻ്റെ നീതിയാണ്, അത് ഞാൻ സ്ഥാപിച്ചേ പറ്റൂ. ഓക്കെ. അപ്പോൾ സ്വന്തം നീതി സ്ഥാപിക്കാൻ ഇച്ഛിച്ചുകൊണ്ട് നമ്മളെല്ലാവരും, അത് പെന്തക്കോസ്ത് സഭ മാത്രമല്ല, ലോകത്തിലെ കാത്തലിക് ചർച്ച് ആയാലും ലോകത്തിലെ ഏത് സഭയായാലും സത്യോപദേശം അവിടെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ അത് സ്വന്തം നീതി മാത്രമേ സ്ഥാപിക്കുകയുള്ളൂ.
കർത്താവിനെ വിട്ടുകളയും. പതുക്കെ കർത്താവിനെ വിട്ടുകളയും. നിങ്ങൾ ഏത് സഭയെ നോക്കിയാലും ഇത് കാണാം. പതുക്കെ യേശു കർത്താവിൻ്റെ ടീച്ചിങ്സും സെർമൺ ഓൺ ദ മൗണ്ട് പുതിയ നിയമം മുഴുവൻ അപ്രത്യക്ഷമാവും. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ പറയാൻ എളുപ്പമാ പാസ്റ്ററെ, നിങ്ങളെന്നോ ഒന്ന് കാണിച്ചതാ, ഇത് ജീവിച്ച് കാണിച്ചതാ. പക്ഷേ എനിക്ക് ജീവിച്ച് കാണിച്ചു തരാനുള്ള കപ്പാസിറ്റി ഇല്ല. ശ്രദ്ധിക്കുന്നുണ്ടോ എന്നെ? ഇനി ഞാൻ ജീവിച്ച് കാണിക്കുമെന്ന് വിചാരിച്ചോ, അതിനകത്തും പ്രോബ്ലം ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയാണ്, സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും. ഞാൻ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചെയ്ത ആളായോണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുക, പാസ്റ്റർ സ്വർഗത്തിൽ പോവോ? അപ്പം ഞാൻ എന്ത് പറയും? ഞാൻ പോകും. എന്തുകൊണ്ടാണ്? വിശുദ്ധ ജീവിതം നയിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി സ്വർഗത്തിൽ പോകാൻ ആരെ പോലെ ആയാൽ മതി? അപ്പം സ്വർഗത്തിൽ പോകാനുള്ള വഴി ആരാ? ഇനി ആരാ? ഞാനാണ്. ക്രിസ്തു ചെയ്തോ പറഞ്ഞ ഒന്നും ഞാൻ അനുസരിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ നീതി സ്ഥാപിച്ചിട്ട് ഞാൻ നീതിമാനായിട്ട് ആ നീതി നിങ്ങളുടെ തലയിൽ വെച്ചിട്ട് നിങ്ങളുടെ പറയാണ് എന്നെപ്പോലെ ആയാലേ സ്വർഗത്തിൽ പോകുള്ളൂ. അത് സുവിശേഷം കറക്റ്റാണോ? ഇതാണ് സ്വയനീതിയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. വ്യാപരിക്കുന്ന മുഴുവൻ ഇതാ. അപ്പം നിങ്ങൾ പിന്നെ എന്നോടൊരു ചോദ്യം ചോദിക്കാം, ഈ കർത്താവ് പ്രമാണിക്കാൻ കൽപ്പിച്ചതൊക്കെ നമ്മൾ എങ്ങനെ പ്രമാണിക്കും? ആഗ്രഹമുണ്ടോ? എങ്ങനെ പ്രമാണിക്കണ്ടേ? യേശു കർത്താവ് നമ്മോട് കൽപ്പിച്ചതൊക്കെ നമ്മൾ പ്രമാണിക്കണ്ടേ? അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? അതിനു വേണ്ടിയാണ് നമ്മൾ റോമാലേഖനം 1:6 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. എന്താ പറയുന്നത് നോക്കിയേ. അത് ഗ്രേറ്റ് കമ്മീഷൻ തന്നെ കേട്ടോ. കർത്താവ് ശിഷ്യന്മാരോട് മത്തായിയുടെ സുവിശേഷം 28:20 പറഞ്ഞ അതേ കാര്യം പൗലോസ് റോമാലേഖനം 1:6 പറയുന്നു. എങ്ങനെ പറയുന്നു? ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്. അപ്പൊ എങ്ങനെ അനുസരണം വരുള്ളൂ? ഈ കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ അനുസരണം എങ്ങനെ മാത്രമേ വരുള്ളൂ? വിശ്വാസത്തിലൂടെ മാത്രമേ വരുള്ളൂ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? എൻ്റെ ഉള്ളിൽ കർത്താവ് തന്നിരിക്കുന്ന വിശ്വാസത്തിന് അനുസരണം വരേണ്ടതിന്. അപ്പം അപ്പോസ്തലന്മാരുടെ ഉദ്ദേശം എന്താ? അപ്പോസ്തലന്മാർ ഈ ലേഖനങ്ങളെല്ലാം എഴുതിയതിൻ്റെ ഉദ്ദേശം എന്താ? കർത്താവ് കൽപ്പിച്ച കൽപ്പനകളെ നമ്മോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഞാൻ വിശ്വാസമുള്ളവനായി മാറണം. ഞാൻ മാത്രമല്ല, ലോകത്തിലെ സകല ജാതികളിലും ശരിയായ വിശ്വാസം ഉണ്ടാവുകയും അത് അനുസരണമായി മാറുകയും വേണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഫെയ്ത്ത് എങ്ങനെയാണ് അനുസരണമായി മാറുന്നത്? ഞാനത് വളരെ ചുരുക്കമായിട്ട് നിങ്ങളോട് പറയാം. എങ്ങനെയാണ് ഈ ഫെയ്ത്ത് അനുസരണമായി മാറുന്നത്? അവിടെയാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് ആരംഭിക്കുന്നത്. വിശ്വാസം നമുക്ക് അനുസരണമായി മാറണം. ഓക്കെ, ഇത് നമുക്ക് റോമാലേഖനം 3-ാം 11-ാം വാക്യം 19-ാം വാക്യം വായിക്കാം. 19-ാം വാക്യം. ന്യായപ്രമാണം പറയുന്നത് എല്ലാ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതിനത്രേ. ഓക്കെ. അപ്പോൾ ഈ ന്യായപ്രമാണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. ദൈവത്തിന്റെ പ്രമാണം എന്തായിരുന്നു? ആ പ്രമാണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വരയുണ്ടല്ലോ, നമ്മുടെ നീതി അല്ലേ, ക്രിസ്തുവിൻ്റെതല്ലാത്തൊരു നീതി സ്ഥാപിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ. അവരെല്ലാം അതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്തോ, ഞങ്ങൾ നീതിമാന്മാരാണ്, അവരാരും നീതിമാന്മാരല്ല. അങ്ങനെയല്ലേ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ സിനിമ കാണാൻ പോകുന്നില്ല, ഞങ്ങൾ സിഗരറ്റ് വലിക്കുന്നില്ല, ഞങ്ങൾ കള്ളു കുടിക്കുന്നില്ല അല്ലേ, പിന്നെന്തോ, ഞങ്ങൾ ആഭരണം ധരിക്കുന്നില്ല, ഞങ്ങൾ വെള്ളവസ്ത്രം ധരിക്കുന്നു, ഞങ്ങൾ കൃത്യമായി ചർച്ചിൽ പോകുന്നു, ഞങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അടി ഉണ്ടാക്കുന്നില്ല, ഞങ്ങൾ അയൽവക്കാരുടെ പ്രശ്നം ഉണ്ടാക്കുന്നില്ല, അവരതിരുവാന്താൻ വന്നാലേ പ്രശ്നമുള്ളൂ, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവരെല്ലാം പ്രശ്നക്കാരാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നടന്നത്. പക്ഷെ ഇപ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ്, നിന്നെ പോലെ തന്നെ നിൻ്റെ സ്നേഹിതനെ അല്ല, ഞാൻ നിങ്ങളെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ തന്നെ നിങ്ങൾ അയൽക്കാരനെ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പന ലംഘിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പാപികളായി മാറിയോ? മാറിയില്ല? മാറിയോ ഇല്ലയോ? അപ്പൊ ദൈവത്തിന്റെ പ്രമാണം ശരിക്കും എന്താ ചെയ്തത്? ദൈവത്തിന്റെ പ്രമാണം എന്താ ചെയ്തത്?
സകലരെയും പാപികളാക്കി മാറ്റി. അതായത് ആ പ്രമാണം വെച്ച് നോക്കുമ്പം ക്രിസ്തുവിൻ്റെ നിലവാരമുള്ള ആരുമില്ല. ക്രിസ്തുവിൻ്റെ നിലവാരത്തിൽ കുറഞ്ഞ ഒന്നിനെയും കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോവുകയുമില്ല. എത്ര പേർക്ക് മനസ്സിലായി? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമുക്ക് ആരുടെ നിലവാരം വേണം? ക്രിസ്തുവിൻ്റെ നിലവാരം വേണം. പക്ഷെ ക്രിസ്തുവിൻ്റെ നിലവാരമുള്ള ഒരാളും ഈ കൽപ്പനകളുടെ അനുസരണം കൊണ്ട് ഉണ്ടാകുന്നില്ല. അതായത് ആവരണം ഊരിയത് കൊണ്ടോ മോഹങ്ങൾ മാറിയോ? എവിടെ മോഹങ്ങൾ മാറി? മോഹങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് പോയാൽ പോയി, വേറെ 100,000 കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാൽ എന്ത് സംഭവിക്കുന്നില്ല? ദൈവത്തിൻ്റെ നിലവാരം, ക്രിസ്തുവിൻ്റെ നിലവാരത്തിലേക്ക് പോകാൻ നമുക്ക് ഇതുകൊണ്ടൊന്നും സാധിക്കില്ല. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഇതുവരെ തുറന്നിരുന്ന നമ്മുടെ വായ്, നമ്മളെ നാട്ടുകാരുടെ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളൊന്നും ശരിയല്ല ഞങ്ങളെപ്പോലെ ആകെ, നിങ്ങളൊന്നും ശരിയല്ല ഞങ്ങളെപ്പോലെ ആകെ. ഇപ്പം പുതിയ കൽപ്പന വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവരും കണക്കാ, നമ്മളും കണക്കാ. ഓൾ ആർ മാത്തമാറ്റിക്സ് എന്ന് വന്നു. റോമാലേഖനം 1-ാം അധ്യായത്തിൽ പാപങ്ങളുടെ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, മരണയോഗ്യമായ പാപങ്ങൾ. അതിനകത്ത് അസൂയയുണ്ട്, അത്യാഗ്രഹമുണ്ട്, പിണക്കം വരെയുണ്ട്. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ എല്ലാ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം നമ്മളെ കൊല്ലാൻ, നരകത്തിലിടാൻ ശക്തിയുള്ള സാധനങ്ങളാണ്. ആദവും ഹവ്വയും ഒരു പഴം പറിച്ചു തന്നതേ ഉള്ളൂ. എന്തോ ആയിരുന്നു ദൈവത്തിൻ്റെ ക്രോധം. ഈ പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ചെറിയ പാപങ്ങൾ പോലും വളരെ കഠിനമായി ശിക്ഷിക്കപ്പെടുന്ന നമുക്ക് കാണാം. അപ്പം നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ശരിക്കും പറഞ്ഞാൽ? ഹൃദയത്തിലുള്ള ഒരു കയ്പ്, ആരോടെങ്കിലും ക്ഷമിക്കാതെ ഇരിക്കുന്ന ഒരൊറ്റ പോയിന്റ് മതി നമ്മൾ നരകത്തിൽ പോകാൻ. അപ്പൊ സ്വർഗത്തിൽ പോകുന്ന ധൈര്യമുള്ളവരൊക്കെ ഒന്ന് കൈവക്കി പോവോ? 100% ഉറപ്പാണോ? അങ്ങനെ ചോദിക്കുമ്പോഴുള്ള പ്രശ്നം. ഓക്കെ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എല്ലാവരുടെയും വായടഞ്ഞു, എല്ലാവരും ഒരുപോലെ ഭാവികളായി മാറി. അടുത്ത വാക്യം വായിച്ചേ, 20. അവന്റെ നിത്യശക്തിയോ? അല്ല 3:20. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. അടുത്ത വാക്യം കൂടെ വായിച്ചു, നമുക്ക് ഒന്നിച്ചങ്ങ് പറയാം, സമയം കുറവുണ്ട്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പോ ഇവിടെ ഒരു വലിയ രസകരമായ ഒരു കാര്യമുണ്ട്. കർത്താവ് നമ്മോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ ന്യായപ്രമാണത്തിലൂടെ ഉള്ളൊരു നീതി പോരാ, പിന്നെയോ വേറൊരു നീതി ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വരണം. ശരിയാണോ? മനസ്സിലായോ? അപ്പൊ ന്യായപ്രമാണത്താൽ എന്തുകൊണ്ടൊരു മനുഷ്യൻ നീതിമാനാകാത്തത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ചെറിയൊരു എക്സാമ്പിൾ വഴി കാണിച്ചു തരാം. ഒരപ്പന് 2 മക്കളുണ്ടെന്നിരിക്കട്ടെ. അതിലൊരു മകൻ, ഇളയ മകൻ വിചാരിച്ചോ, ഭയങ്കര ദുഷ്ടനും അനുസരിക്കാത്തവനും ധിക്കാരിയുമാണെന്ന് വിചാരിച്ചോ. മൂത്ത മകൻ ഭയങ്കര അനുസരണമുള്ളവനാണെന്ന് ചിന്തിച്ചോ. ഓക്കെ, അപ്പോൾ ഒരു ദിവസം ഈ അപ്പൻ വന്ന് ഇളയ മകനോട് പറയാണ്, നീ ഈ വീടെല്ലാം ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കി ഇടണം. അപ്പോൾ ഇളയ മോൻ ഭയങ്കര ധിക്കാരിയാന്ന് ഞാൻ പറഞ്ഞല്ലോ. അവൻ മറുപടി പറഞ്ഞെന്നറിയാം, എനിക്ക് സൗകര്യമില്ല, എനിക്ക് വേറെ പണിയുണ്ട്. അപ്പനോട് പറഞ്ഞാണ്. അപ്പം പറഞ്ഞു, നീ ഇത് അടിച്ചു വാരി ഇടുവാണെങ്കിൽ നിനക്കൊരു ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം. അപ്പോൾ മോൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ചോക്ലേറ്റ് ഒന്നും വേണ്ട. അവൻ അടിച്ചു മാറ്റിയ പൈസ കൊണ്ട് ഇഷ്ടം പോലെ മേടിച്ചു വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ടുമുണ്ട്. അപ്പോൾ അപ്പം പറഞ്ഞു, ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് നീ ഇത് അടിച്ചു വാരി ഇട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ വീടിന് പുറത്താക്കും, എനിക്ക് ഇങ്ങനൊരു മകനില്ല. അപ്പോൾ അവന് പ്രായം മൈനറാ, 16 വയസ്സേ ഉള്ളൂ. അവൻ ചിന്തിക്കുകയാണ്, അപ്പം വെളിയിറക്കി വിട്ടാൽ ഞാൻ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് അവൻ ഓടിപ്പോയി ചൂലെടുത്തുകൊണ്ട് വന്ന് അപ്പം പോയി കഴിഞ്ഞപ്പം എന്ത് ചെയ്യാനാ, വിതയ്ക്കാത്തിടന്ന് കൊയ്യുകയും വിതറാത്തിടന്ന് ചേർക്കുകയും ചെയ്യുന്ന ദുഷ്ട മനുഷ്യനായ ഒരു അപ്പൻ എനിക്ക് വന്നു പോയതുകൊണ്ട് ഇത് ചെയ്തല്ലേ പറ്റൂ, അല്ലേ ആ ദുഷ്ടൻ എന്നെ പുറത്താക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഇതെല്ലാം അടിച്ചു വാരിയിട്ടു, ക്ലീനാക്കി. രണ്ടാമത്തെ മോൻ എന്ത് ചെയ്യുന്നറിയോ? ഒരു ദിവസം ആലോചിക്കുകയാണ്, ഈ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു, എന്നിട്ട് ഞാൻ തന്നെ പോയി ഇന്ന് ക്ലീൻ ആക്കിയിട്ട് അവർക്കൊരു സന്തോഷമാകും എന്നും പറഞ്ഞ് അവൻ തന്നെ ഇത് ക്ലീൻ ആക്കിയിടുന്നു. 2 പേരും ന്യായപ്രമാണത്തിൻ്റെ കൽപ്പന അനുസരിച്ചു. എന്തായിരുന്നു ന്യായപ്രമാണം പറഞ്ഞത്? ക്ലീൻ ആക്കിയിടണം. ആദ്യത്തവൻ അനുസരിച്ചത് പേടിച്ചിട്ടാണ്, രണ്ടാമത്തവൻ അനുസരിച്ച് സ്നേഹത്തിലാണ്. 2 പേര് കൽപ്പന അനുസരിച്ചു. കൽപ്പന അനുസരിച്ചാൽ മതി ഒരാൾ നീതിമാനാകാൻ? ഇതിലാരാ നീതിമാൻ? ആദ്യത്തെ ആളോ രണ്ടാമത്തെ ആളോ? രണ്ടാമത്തെ ആൾ. അപ്പോൾ കൽപ്പന കൃത്യമായി അനുസരിച്ചാലും
അപ്പൻ വന്നൊരു പൊടി പോലും ഇല്ലാതെ ക്ലീനായിട്ട് ആ റൂം കണ്ടാലും ഈ ആദ്യത്തെ മകൻ നീതിമാനല്ല. എന്തുകൊണ്ട് നീതിമാനല്ല? അവൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം നോക്കുമ്പോൾ അവനെ ഭയമാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? അവൻ്റെ ദുഷ്ട ഹൃദയത്തിൽ നിന്നാണ് എന്ത് വന്നിരിക്കുന്നത്? അവിശ്വാസമുള്ള ദുഷ്ട ഹൃദയം കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രമാണങ്ങളെല്ലാം അനുസരിക്കാം. അവിശ്വാസമുള്ള ദുഷ്ട ഹൃദയം കൊണ്ട് തന്നെ എല്ലാ പ്രമാണം അനുസരിക്കുക, ആഭരണം ഊരാൻ, വെള്ളവസ്ത്രം ധരിക്കുക, എല്ലാം ചെയ്യാം. ആശ്രയി പോകാതിരിക്കുക. അപ്പോഴും അവിശ്വാസമുള്ളൊരു ദുഷ്ട ഹൃദയം നമുക്ക് ഉണ്ടായിരുന്നേക്കാം. നരകത്തിലെങ്ങാനും ഇടുമോ എന്ന് പേടിച്ച് ചെയ്യുന്നതായിരിക്കാം. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? നമ്മൾ നന്നായിട്ടുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധമില്ല. ദശാംശം നിങ്ങൾ 10,000 രൂപ കിട്ടുമ്പം 1000 രൂപ കൃത്യമായിട്ട് എണ്ണി നിക്ഷേപിക്കുമ്പം നിങ്ങൾ നീതിമാനൊന്നും ആകുന്നില്ല. ഈ ദശാംശം 999 ആയി പോയാൽ ദൈവം എൻ്റെ ബിസിനസ്സും തകർത്ത് എന്നെ നാനാവിധമാക്കുന്ന ഒരു ദൈവമാണ്. ചിലപ്പോൾ നിങ്ങൾ ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ 100 രൂപ കിട്ടുമ്പോൾ 1000 രൂപ കിട്ടുമ്പോൾ പ്രസാദിക്കുന്ന ദൈവം നിങ്ങൾക്ക് സമ്പത്ത് തന്ന് അനുഗ്രഹിക്കും, നിങ്ങൾ അത്യാഗ്രഹിക്കുന്നുണ്ടാകും. അതിനകത്തുനിന്നായിരിക്കാം ഒരുപക്ഷെ ദശാംശം വന്നത്. ദശാംശം വീണു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ നീതിമാനായോ? ഇല്ല. ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവത്തിന് മുമ്പിൽ യാതൊരു കൽപ്പനയുടെ അനുസരണവും നമ്മളെ നീതിമാനാക്കുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞേ, ശരീരം ചുടാനേൽപ്പിച്ചാലും നിങ്ങൾക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും നിങ്ങളുടെ ഹൃദയം കഠിന ഹൃദയമായിട്ടിരിക്കാം. നിങ്ങൾ ലോകമെമ്പാടും മിഷണറി വർക്ക് ചെയ്താലും നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ഹൃദയം, നിങ്ങളാരും പോയിട്ടില്ലല്ലോ, ഞാൻ പോയിട്ട് വന്നാന്നുള്ള ഗമ ഉണ്ടാകാം. നമ്മുടെ ഹൃദയത്തിൽ അത്രയും ഈവിൽ ഒളിഞ്ഞിരിക്കുമ്പോൾ ഇത് മറച്ചു വെക്കാൻ മാത്രമാണ് ഈ കൽപ്പനകളുടെ അനുസരണം കൊണ്ട് നടക്കുന്നതെന്നാണ് പൗലോസ് പറയുന്നത്. ഇത് ഭയങ്കര വിപ്ലവകരമായൊരു പഠിപ്പിക്കലാണ്, അല്ലേ? ശരിയല്ലേ? അതായത് കൽപ്പനകളുടെ അനുസരണത്താൽ ആരും നീതിമാൻ ആകുന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ ഹെൽമെറ്റ് വെച്ചോണ്ടല്ലേ ഇപ്പോൾ പോകുന്ന എല്ലായിടത്തും എല്ലാവരും, അല്ലേ? എന്തുകൊണ്ടാ? ഹെൽമെറ്റിനോട് സ്നേഹമുള്ളതുകൊണ്ടാണോ? ആണോ? ഇത് വെച്ചുകൊണ്ട് പോയാൽ തല പൊട്ടിത്തെറിക്കുമെന്ന് പേടിച്ചിട്ടാണോ? അതുപോലും അല്ല. അവിടെ ക്യാമറ ഇരിപ്പുണ്ടെന്ന് പേടിച്ചിട്ടല്ലേ, വഴി പോലീസുകാരുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രമാണ്. നീതിമാനായോണ്ടാണോ വെക്കുന്നേ? അല്ല, അവൻ പോട്ടെ, അവൻ്റെ കയ്യിൽ 500 രൂപ കൊടുക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പൊ ഈ കൽപ്പനകൾക്കൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. സീറ്റ് ബെൽറ്റ് ഇടുന്ന എന്തിനാ? വൺ വേ. ഇതെല്ലാം ഫൈൻ പേടിച്ചു, ആൾക്കാരെ പേടിച്ചു, അല്ല, നമ്മൾ നന്നായതുകൊണ്ടല്ല. സത്യമാണോ ഞാൻ പറയുന്നത്? എനിക്കറിയത്തില്ല. എനിക്ക് ഇരിങ്ങാലക്കുടക്കാരെല്ലാം ഇങ്ങനെയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷെ മനുഷ്യന്റെ പൊതു സ്വഭാവം എന്താണ്? നിയമം ഉണ്ടെങ്കിൽ പേടിച്ചവൻ അനുസരിക്കും. അപ്പൊ നിയമം ഒന്നുമില്ലാത്ത ഒരു ഐലൻഡിൽ നമ്മളെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം എന്തായിരിക്കും? അതാണ് നമ്മുടെ ഒറിജിനൽ ദൈവം കാണുന്ന സ്വഭാവം. എത്ര പേർക്ക് മനസ്സിലായത്? ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. അങ്ങനെ ഒരു ഐലൻഡിൽ നിങ്ങൾ ഒറ്റയ്ക്ക് അകപ്പെട്ടാൽ, അല്ലെ നിങ്ങളുടെ 1-2 കൂട്ടുകാരുമായിട്ട് അകപ്പെട്ടാൽ, നിങ്ങൾ ആരും ചോദിക്കാനും പറയാനും നിയമങ്ങളും ഇല്ല, ദൈവവും കാണുന്നില്ലാത്ത ഒരു ഐലൻഡിൽ നിങ്ങളെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ, അല്ല ദൈവം കാണുന്നില്ല എന്ന് മനഃപൂർവ്വമായി തീരുമാനിച്ച, അവിടെ എന്ത് നടന്നാലും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് ദൈവം പറയുന്ന ഒരു ഐലൻഡിൽ നിങ്ങൾ അകപ്പെട്ട അറിയാം ഒറിജിനൽ സ്വഭാവം എന്താണെന്ന്. അപ്പോൾ എത്ര കൽപ്പന അനുസരിച്ചാലും, എത്ര വേഷം കെട്ടിയാലും, എത്ര മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ചാലും ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിനകത്തേക്കായതുകൊണ്ട് നമ്മുടെ ഓരോ ചിന്തകളെയും ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഒരു പ്രമാണത്തിന്റെ അനുസരണം കൊണ്ടും ഒരു മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിമാൻ എന്ന് വരുന്നില്ല. അവരുടെ സകല വായയും കർത്താവ് അടച്ചിരിക്കുന്നു എന്നാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ലോകത്തിൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നറിയാം? കർത്താവ് ഒരൊറ്റ പണിയാണ് ചെയ്തത്, നമ്മുടെ അകം അങ്ങ് മാറ്റുമായിരുന്നു. ഈ മിഷണറിമാർ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് കേട്ടോ. എങ്ങനെ മിഷണറി? നമ്മുടെ പിള്ളേർ മിഷണറിമാരായിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? എവിടെ? ഞാനൊക്കെ ചെറുപ്പത്തിലെ കത്തോലിക്കരുടെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഈ കത്തോലിക്കരുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഒരുവിധം പഠിക്കുന്ന ആളായിരുന്നു. എനിക്ക് എപ്പോഴും ഫസ്റ്റ് ഒക്കെ കിട്ടുമായിരുന്നു. അതുകൊണ്ട് കന്യാസ്ത്രീകൾ ഗിഫ്റ്റ് തരും. കന്യാസ്ത്രീകൾ ഗിഫ്റ്റ് തരുന്നത് എപ്പോഴും എല്ലാവർക്കും കൊടുക്കുന്ന ക്രിസ്മസ് കാർഡൊക്കെയാണ്. ക്രിസ്മസ് കാർഡ്, പഴയ ക്രിസ്മസ് കാർഡിൻ്റെ പിക്ചറൊക്കെ വെട്ടി അവർ കൊടുക്കുന്നത്. അവർ നല്ല കലാപരമായിട്ട് ചെയ്ത് ഗിഫ്റ്റ് എന്നൊക്കെ എഴുതി കൊടുക്കും. നല്ല രസം അതൊക്കെ വാങ്ങിക്കാൻ. എനിക്ക് തരുന്നത് എന്നാണെന്നറിയോ? എന്താണെന്നറിയാൻ മേല. ഞാൻ കത്തോലിക്കനല്ല എന്നവർക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കും. ഞാൻ ഓർത്തഡോക്സുകാരനായിരുന്നു. കത്തോലിക്കനല്ലെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും അവരെനിക്ക് തന്നുകൊണ്ടിരുന്ന മുഴുവൻ ഈ വിശുദ്ധന്മാരുടെ കഥാപുസ്തകങ്ങളാണ്. കൊച്ചുറാണിയുടെ, ഫ്രാൻസിസിൽ അസീസി, ഇങ്ങനെയുള്ള വിശുദ്ധന്മാരുടെ പുസ്തകങ്ങളാണ്. അതിന് 10-15 പേജേ കാണുള്ളൂ. കാർട്ടൂൺ പോലെ ആയിരിക്കും. എനിക്കത് കുറേ കിട്ടിയിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ ഈ വിശുദ്ധന്മാരുടെ കഥയെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം കഥകൾ എനിക്കറിയാം ഒരുവിധം. സ്തെഫാനോസിൻ്റെ കഥ, മറ്റേ ഇവരുടെ സെബസ്റ്റ്യാനോസിൻ്റെ കഥ, സെൻറ്റ് ജോർജിൻ്റെ കഥ, ഇതെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഓർത്തഡോക്സ് ചർച്ച വിഗ്രഹങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെന്തക്കോസ്തി വരുന്നതിന് മുമ്പ് ഒരു 3-4 വർഷം CSIയിലായിരുന്നു. ഞാൻ തന്നെ പോയതാണ്.
അവിടെ സൺഡേ സ്കൂളിൽ അവരുടെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു. അപ്പോൾ അവിടെ പറയുന്ന മുഴുവൻ മിഷണറിമാരുടെ കഥകളാണ്. മിഷണറിമാരുടെ കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്യം കേറി ഇന്ത്യയിൽ വന്ന കഥ, അതൊക്കെ അവിടെ വെച്ചൊക്കെ. ഹഡ്സൺ ടൈലറുടെ ചൈന മിഷൻ, നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരനായ ആളുടെ CT സ്റ്റഡിൻ്റെ ആഫ്രിക്കൻ മിഷൻ, ലോകമെമ്പാടുമുള്ള മിഷണറി അവരുടെ പേര് തന്നെ CMS ചർച്ച് മിഷണറി സൊസൈറ്റി എന്നായിരുന്നു. മിഷണറിമാരാണ് ഇന്ത്യയിൽ വന്ന് ഇതെല്ലാം ചെയ്ത് പ്രസ് വരെ ഇവിടെ സ്ഥാപിച്ചവരാണ് മിഷണറിമാരാണ്. അപ്പോൾ ഈ കഥകളാണ് വായിച്ചത്, കേട്ടോണ്ടിരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇംഗ്ലണ്ടിൽ അപ്പനന്മാർ പ്രാർത്ഥിക്കുമായിരുന്നു, 2 ആൺമക്കളുണ്ടെങ്കിൽ ഒരാൾ മിഷണറിയായും മറ്റേ ആൾ സോൾജിയറായും പോകണമെന്നാണ് അവരുടെ ആഗ്രഹം. 2 പേരും തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. 2 ആൺമക്കളുണ്ടെങ്കിൽ ആദ്യത്തെ ആളെ മിഷണറി ആയിട്ട് വിടും, അച്ഛനാവാനോ മിഷണറി ആവാനോ വിടും. 2ാമത്തെ ആളെ സോൾജറായിട്ട് വിടും. അങ്ങനെ ആ സാമ്രാജ്യം ഉണ്ടായത്. ഈ സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി അല്ല കേട്ടോ മിഷണറി ആവുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഈ ചെറുപ്പത്തിലെ പഠിച്ച് നമ്മുടെ ഈ കൂട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയോ? ഇവിടുത്തെ പ്രസംഗം എല്ലാം നേരെ ഓപ്പോസിറ്റായിട്ട് എനിക്ക് തോന്നിയത്. ഇവിടെ വന്ന് ഞാൻ ആദ്യം ചർച്ചിൽ പോയിരിക്കുമ്പം അവിടെ ഒരു പ്രവാചകൻ വന്ന് പറഞ്ഞു, നിന്നെ നിന്ദിച്ചവരുടെ ഇടയിൽ മാനിക്കുന്ന. അപ്പം ഞാൻ ആലോചിച്ചു, കർത്താവിൻ്റെ നിന്ദ ചുമക്കാൻ വേണ്ടി ഇറങ്ങിപ്പോകേണ്ട എന്നെ തിരിച്ച് പിന്നെയും ഈ ലോകത്തിൻ്റെ മാനത്തിൻ്റെ കൂട്ടിനകത്ത് ഇടാൻ പോവാണോ? അപ്പം ഞാൻ അവരോട് ചോദിച്ചു, പെന്തക്കോസ്റ്റിലെ ഹീറോസ് ആരൊക്കെയാണ്, വലിയ ആൾക്കാർ ആരൊക്കെയാണ്? കത്തോലിക്കരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെബസ്ത്യാനോസിൻ്റെ സെൻറ്റ് ജോർജിൻ്റെ കഥ പറയും. നമ്മൾ ചോദിച്ചാൽ ആരുടെ കാര്യം പറഞ്ഞത്? ബെന്നി ഹിൻ, എല്ലാം ഭയങ്കര മുതലാളിമാരാണ്. ഈ മിഷനിൽ ഇറങ്ങുന്നവരും ശുശ്രൂഷ ഇറങ്ങുന്നവരിൽ അവരെ പോലെ ആകാൻ ഇറങ്ങുന്നത്. നമ്മുടെ ശുശ്രൂഷകരെ നോക്കി കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര മുതലാളിമാരായി മാറി അവസാനിക്കുന്ന നമ്മൾ കാണുന്നത്. അത് പാസ്റ്റർമാരായാലും ലീഡർമാരായാലും, പാസ്റ്റർമാരായിട്ടല്ല, ജോലി ചെയ്തിട്ടല്ല, പാസ്റ്റർമാരായി തന്നെ ശുശ്രൂഷകരായി വളർന്ന് മുതലാളിമാരായി വലിയ വീടുകൾ വെച്ച് അങ്ങനെ സെറ്റിലാവുന്ന നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വരുന്ന പിള്ളേരുടെ ആഗ്രഹം എന്താ? അവനേക്കാൾ വലിയ വീട് വെക്കുന്ന, എൻ്റെ ഗുരു ഒരു കൈ വീശിയപ്പോൾ 1000 വീണെങ്കിൽ ഞാനത് ഞൊടിക്കുമ്പോൾ 10,000 വീഴുന്ന മിഷണറി ആവണമെന്ന് അവൻ്റെ ആഗ്രഹം. യഥാ ഗുരു തഥാ ശിഷ്യ. യഥാർത്ഥത്തിൽ യഥാ പിതാ തഥോ പുത്ര എന്നാണ് യഥാർത്ഥത്തിൽ. പക്ഷെ നമ്മളിതൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയത്. അപ്പൊ എങ്ങനെയാണ് ഒരു മിഷണറി ഉണ്ടാകുന്നത്? ഇതെല്ലാം ലോകത്തിലേക്ക് സെറ്റിലാകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഒരു മിഷണറി നമ്മുടെ സഭയിൽ നിന്ന് ഉണ്ടാകുമെങ്കിൽ എങ്ങനെ ഉണ്ടാകും? സ്വപ്നങ്ങളില്ലാത്ത, ലോകത്തിൽ ഒരു സ്വപ്നവും ഇല്ലാത്തൊരു മിഷണറി ഉണ്ടാകുമോ? വേണ്ട. ലോകത്തിൽ ഒരു സ്വപ്നവുമില്ലാത്ത, ഒരു വീട് വെച്ച് താമസിക്കണം, സെറ്റിൽ ആവണം എന്ന് ആഗ്രഹമില്ലാത്തൊരു പാസ്റ്റർ ഉണ്ടാവുമോ? പൗലോസ് പറഞ്ഞ പോലെ പാനീയാഗമായി ഞാൻ അർപ്പിക്കപ്പെടുന്നു എന്ന് പറയാൻ പറ്റുന്ന ശുശ്രൂഷകരുണ്ടാകുമോ? നമ്മുടെ സഭയിൽ ഉണ്ടാകുമോ? നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമുക്ക് അങ്ങനെ ആകാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അങ്ങനെ ആകാൻ പറ്റില്ല. അങ്ങനെ ആകണമെങ്കിൽ ദൈവം തന്നെ അങ്ങനെ ആക്കണം. ഇവിടെയാണ് ഞാനിത് സമ്മറൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് ദൈവം നമ്മളെ അങ്ങനെ ആക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഒരു സഭ ഉണർത്തുന്നതും മിഷണറിമാരെ വിടുന്നതും ആ സഭയ്ക്ക് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി ലഭിക്കുന്നതും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന പിള്ളേർക്ക് യേശുവിൻ്റെ രാജ്യത്തിന് വേണ്ടി മരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നണമെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് അവരെ നിർബന്ധിക്കാതെ സാധിക്കില്ല. അത് 2 കൊരിന്ത്യർ ലേഖനം 5:14 പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു, ഞങ്ങൾ ഓൾറെഡി മരിച്ചവരാണ്, ഇനി ഒരു മരണമില്ല, ഇനി കർത്താവിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോവുകയുള്ളൂ എന്ന ഫെയ്ത്താണ് ഈ ധൈര്യം നമുക്ക് നൽകുന്നത്. അപ്പോൾ നമ്മുടെ സഭയിൽ മിഷണന്മാർ ഉണ്ടാകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് മറുപടി, ഉണ്ടാവണം ബ്രദറെ, എൻ്റെ മക്കൾ എവിടെയെങ്കിലും സെറ്റിലായി കണ്ടാൽ മതിയായിരുന്നു. ഇവർക്ക് അവരുടെ മക്കൾ പോകുന്ന വലിയ താല്പര്യമില്ല, ബാക്കിയുള്ള പിള്ളേർ പോവുകയാണെങ്കിൽ സന്തോഷം. പിന്നെ വേറൊരു കുഴപ്പം കൂടെ ഉണ്ട്. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. എന്തുകൊണ്ടാണ് മിഷണറിമാരുണ്ടാകാത്തത്? അവസാനത്തെ പോയിന്റ്, അതിനുശേഷം മിഷണറിമാർ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് പറയാം. ഈ മിഷണറിമാരെന്ന് പറയുന്നത് ഭയങ്കര സാമ്പത്തിക ബാധ്യതയാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ഞങ്ങളുടെ ചർച്ചിലൊരു മിഷണറി ഫാമിലി, അദ്ദേഹം കാനഡയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഈ കാനഡയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾ ഒരു 3-3.5 ലക്ഷം രൂപ സാലറി. ഭാര്യയും അപ്പം അങ്ങനെ ആയിരിക്കും, അവിടെയുള്ള ആരെങ്കിലും കല്യാണം കഴിക്കും, ഓൾറെഡി സെറ്റിൽഡ് ആയ ആൾക്കാരെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവിടെ ഈ ഒരു ജോലി എല്ലാം കൂടെ കൂട്ടി 7 ലക്ഷം രൂപ സാലറി. ദശാംശം എത്ര കിട്ടും സഭയിൽ?
പെട്ടെന്ന് പറയണം. ഈ ദശാംശത്തിൻ്റെ കണക്ക് നമ്മൾ പെട്ടെന്ന് പറയണം. അതാണ് നമുക്ക് ആകെ അറിയാവുന്ന കണക്ക്. നമ്മൾ A+B ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം. 7 ലക്ഷത്തിന് ദശാംശം എത്ര കിട്ടും? 70,000. ഈ 70,000 രൂപ ഒറ്റയടിക്കങ്ങ് പോയി, മാസം അങ്ങ് പോയി. അത് മാത്രമോ, ഇനി അവരവിടെ ചിലവ് കഴിയണമെങ്കിൽ നമ്മൾ 70,000 എവിടെ നിന്നെങ്കിലും റേസ് ചെയ്ത് അവർക്ക് അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ മൊത്തം നഷ്ടം എത്രയാ? 1,40,40,000 രൂപ ഇരിക്കേണ്ട സ്ഥലത്തില്ല ഇപ്പോൾ. അപ്പോൾ നമ്മൾ എങ്ങനെ കെട്ടിടം പണിയും, എങ്ങനെ കൺവെൻഷൻ നടത്തും, എങ്ങനെ പ്രസംഗകർ വന്ന എന്താ റേറ്റ്, അവർക്ക് പൈസ കൊടുക്കണ്ടേ? ഇതെല്ലാം കൂടെ നടക്കണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ആകെ വിടാൻ പറ്റുന്ന എന്തേ ഉള്ളൂ, 10 മിഷണറിമാർ ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് പോകുന്നുണ്ട്. എന്തായിരിക്കും ബാധ്യത? അവരെല്ലാം പോകാതിരുന്നെങ്കിൽ ഇവരിൽ മിക്കവാറും നല്ലപോലെ വിദ്യാഭ്യാസം ലഭിച്ച നല്ല ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ, അവരുടെ എല്ലാം ദശാംശം കിട്ടിയാൽ ഞങ്ങൾ വലിയ ചർച്ച പണിതേനെ. അപ്പോൾ ഞങ്ങളുടെ ചർച്ച തീരുമാനിച്ചു, ബിൽഡിങ് പണിയുന്നില്ല, ശുശ്രൂഷകരായ ഞങ്ങളൊന്നും കൈപ്പറ്റുന്നില്ല, എന്തു വന്നാലും ആദ്യത്തെ പ്രയോറിറ്റി മിഷൻ. ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ടും കൂടെ സഭ ഇതിനിറങ്ങിത്തിരിക്കാത്തത്. കാശ് എവിടെ നിന്ന് വരും? പ്രിയ സഹോദരങ്ങളെ, സഭ കർത്താവിൻ്റെ മുമ്പിലാണ് ജീവിക്കുന്നതെങ്കിൽ കാശ് തന്നെ വരും. അപ്പോൾ ശരിക്കും മിഷണറിമാരെ പറഞ്ഞു. ഇനി അതേ സമയത്ത് 10ാം ക്ലാസ് 4 പ്രാവശ്യം എഴുതിയിട്ടും പാസ്സാകാത്ത ഒരാൾ മിഷണറി ആയിട്ട് പോകണമെങ്കിലോ നമുക്ക് സന്തോഷമുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കൊണ്ട് വലിയ ആദായം എന്തായാലും. പിന്നെ ഈ ദൂരദേശത്തോട്ടൊന്നും പോകാതെ നോർത്ത് ഇന്ത്യയിലോട്ട് പോകുകയാണെങ്കിൽ 3,000-4,000 രൂപ മാസം 100 അയച്ചു കൊടുത്താൽ മതി നമ്മുടെ ചിന്ത. അപ്പം നിങ്ങൾ 3,000 രൂപ ജീവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറ്റില്ല, ഞങ്ങൾക്ക് ഒത്തിരി. അപ്പോൾ അവരതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മിഷണറിമാരല്ലേ, മനസ്സിലായോ? ഇതാണ് തോട്ട് തിങ്കിങ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടക്കച്ചവടമാണ് സഹോദരങ്ങളെ. ഒരു പള്ളിയും ഇപ്പോൾ അതേ ചർച്ചുകളൊക്കെ എത്ര ആഡംബരമായിട്ടാണ് പണിയുന്നത്. കത്തോലിക്ക പള്ളി തോറ്റു പോകുന്നതല്ലേ നമ്മുടെ പള്ളികൾ പണിയുന്നത്. അതിൻ്റെ ഒരു ഫ്രെയിം അടിക്കുന്ന പൈസ മതി ഒരു മിഷണറിക്ക് 1 മാസം സപ്പോർട്ട് ചെയ്യാൻ. എന്നിട്ട് നമ്മളിങ്ങനെ നോക്കിയിരുന്ന് കാണും, എത്ര മനോഹരമായ പണി, എന്തു നല്ല കല്ലുകൾ. ഇപ്പം കർത്താവ് പറയും, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകും, ഞാൻ വരാൻ പോവാണ്. കർത്താവ് വരാൻ പോവാന്ന് പറഞ്ഞ് വന്നാ വരും എന്ന് പറയാം, ഇനി പോയാൽ പോയി എന്ന് പറയാം. നമ്മുടെ കാര്യം ഡീസൻ്റായിട്ട് നടക്കട്ടെ, നാട്ടുകാർ നോക്കുമ്പോൾ നമ്മളെ മാനിക്കണ്ടേ? പ്രിയ സഹോദരങ്ങളെ, ഈ മതപരമായ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന സ്വപ്നം നമുക്ക് ഇല്ലാതായി പോകണം. ഇതൊരു ഭയങ്കര, നമ്മൾ ഈ പണം മുഴുവൻ വന്ന് നിറയുന്ന ഏതെങ്കിലും ഒരു കെട്ടിടം പണിത് കോൺക്രീറ്റിനകത്തും ഇഷ്ടികയ്ക്കകത്തും എത്രയോ ജീവനുള്ള ആൾക്കാരെ പിടിച്ചുകൊണ്ട് വരേണ്ടതാണ്. അപ്പോൾ മിഷൻ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഇതൊരു അൺഎക്കണമിക്കൽ പരിപാടിയായിട്ട് നമ്മുടെ ബുദ്ധിയുള്ള സഭകൾ അത് കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. ഞങ്ങളുടെ അടുത്ത് മിഷണറിമാരായിട്ട് പോകാൻ ഒരു സഹോദരൻ ചെന്ന ഒരു പാസ്റ്ററോട് ചോദിച്ചു, ഞാൻ മിഷണറി ആയിട്ട് പോകാൻ എനിക്ക് വിഷനുണ്ട്. ഉടനെ പാസ്റ്റർ പറയണേ, എനിക്ക് വിഷനില്ല. അങ്ങനെ പുള്ളി പറഞ്ഞു, പാസ്റ്റർ വരണ്ട. അങ്ങനെ പാസ്റ്റർ പറയും, നിന്നെ വിടാനുള്ള വിഷൻ എനിക്കില്ലെന്ന്. എന്ത് ചെയ്യും? എനിക്ക് കിട്ടാത്ത വിഷൻ നിനക്ക് വേണ്ട, പാസ്റ്റർ ഉപദേശിക്കുന്ന. അവൻ അവിടെ നിന്ന് ചാടിപ്പോയാ ചർച്ചിൽ നിന്ന്. പ്രിയ സഹോദരങ്ങളെ, ഇത് ചർച്ചിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നും നമ്മൾ എങ്ങനെ മിഷണറിമാരാകും എന്നുള്ള ആ ഭാഗത്തേക്ക് നമുക്ക് വരാം. ഓക്കെ, കർത്താവിൻ്റെ കൽപ്പനകൾ ഭയങ്കര ടഫാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇത് പഠിപ്പിക്കാനും പാടാണ്, പഠിക്കാനും പാടാണ്. അതിൻ്റെ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ അറിഞ്ഞത് ഒരു ധനവാനായ മനുഷ്യനാണ്. ഒരു ധനവാനായ മനുഷ്യൻ ഒരു യേശുവിനെ കാണാൻ വന്നു. അവൻ എങ്ങനെയെങ്കിലും ദൈവരാജ്യത്തിൽ കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവിനോട് ചോദിച്ചു, ഞാൻ ദൈവരാജ്യത്തിൽ കയറാൻ എന്താ ചെയ്യേണ്ടത്? ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമല്ല. ദൈവമാണ് അവിടെ രാജാവ്. ഈ ദൈവം രാജാവാകുമെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, അത് ദൈവം രാജാവാണെങ്കിൽ നമ്മൾ രാജാവിനെ പോലെ ജീവിക്കും, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇതല്ല പരിപാടി. ദൈവം രാജാവായി മാറിയാൽ, എൻ്റെ രാജാവായി മാറിയാൽ പിന്നെ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളൊന്നും നടക്കില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അതാണ് എൻ്റെ പ്രശ്നം. അതായത് രാജാവിൻ്റെ ഹിതമേ നടക്കൂ, രാജകൽപ്പനകളാണ് പിന്നെ വരുന്ന മുഴുവൻ. നീ പോടാ എന്ന് പറഞ്ഞാൽ ഞാൻ പോകും, വാടാ എന്ന് പറഞ്ഞാൽ വരും. കാരണം ആരാ പറയുന്നത്? രാജകൽപ്പന. അതാണ് ദൈവരാജ്യം നമ്മളിലേക്ക് വന്നാലുള്ള പ്രത്യേകത. നമ്മൾ നമ്മുടെ രാജ്യം എങ്ങനെയും സ്ഥാപിക്കാൻ നടക്കുമ്പോഴാണ് അതിനുവേണ്ടി ദൈവത്തെ നമ്മുടെ വിശാലമായ വഴിയിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ ബിസിനസ്സിനകത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവം. കേട്ടിട്ടില്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ വഴിയിലോ ഞാൻ പോവല്ല, എൻ്റെ വഴിയിലേക്ക് ദൈവത്തെ എങ്ങനെയെങ്കിലും. മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാർ
രാത്രി മുഴുവൻ മീൻ പിടിച്ചിട്ട് ഒന്നും കിട്ടാതെ പിറ്റേ ദിവസം കർത്താവ് അവരുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഒന്നും കിട്ടിയില്ല മക്കളെ. പത്രോസ് പറഞ്ഞ്, രാത്രി മുഴുവൻ ഞങ്ങൾ വല വീശി, ഒരു വകയും കിട്ടിയില്ല. ഈ ഗെരിലക്കടലെങ്ങും ഒരു വകയില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വല വീശിക്കോ. വല വീശിയപ്പോൾ പെരുത്ത മീൻകൂട്ടം വലയിൽ കയറി. അപ്പോൾ പ്രസംഗം എന്താണെന്നറിയോ? നിന്റെ പടകിൽ യേശു ഉണ്ടെങ്കിൽ നിന്റെ ഫിഷ് ബിസിനസ് ഇതോടെ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട് 100 അയല കിട്ടിയാൽ 10 അയല കർത്താവിന് കൊടുത്താൽ കർത്താവ് പിന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ പങ്കാളിയാവും. പിറ്റേ ദിവസം മീൻ പിടിക്കുമ്പം കർത്താവ് പിന്നെ വരും. എന്താ കാരണം? ഇന്നലെ കിട്ടിയ 10 അയല. ഈ കർത്താവിനെ നമുക്ക് പരിചയം, ഈ കർത്താവിനെ ഭയങ്കര പരിചയമാണ്. ഇന്ന് പ്രസംഗിക്കുന്ന മുഴുവൻ ഇതല്ലേ, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം. അപ്പം കർത്താവിനെ ദശാംശം കൊടുത്ത് പ്രസാദിപ്പിച്ചാൽ വീണ്ടും കർത്താവ് വരും. അപ്പൊ പത്രോസ് ശരിക്കും കർത്താവിനോട് പറയേണ്ടത് എന്തായിരുന്നു? കർത്താവെ, ഇത്രയും വലിയ മീനുണ്ട്, ജീവിതത്തിൽ പിടിച്ചിട്ടില്ല, നാളെ പിടിക്കാൻ പോകുമ്പോഴും നീ എൻ്റെ കൂടെ വരണം. കറക്റ്റ് സ്ഥലം കാണിച്ചു തന്നാൽ മാത്രം മതി. രാത്രിയുള്ള മീൻപിടുത്തം ഞാൻ അവസാനിപ്പിച്ചു. ഇനി ഓൺലൈൻ പ്രയറിന് പോവാം. പകൽ മുഴുവൻ ട്രാക്ടറായിട്ട് നടന്നോളാം. ഒറ്റ മീൻപിടുത്തം ഏർലി മോർണിംഗ് നീ എൻ്റെ കൂടെ വന്നാൽ സ്ഥലം സ്പോട്ട് കാണിച്ചു തന്നാൽ മതി. ഞാൻ ഇതിനെല്ലാം പിടിച്ചുകൊണ്ട് വന്നിട്ട് 100 എണ്ണം ഉണ്ടെങ്കിൽ 10 എണ്ണം നിനക്ക് തീർച്ചയായിട്ടും ഞാൻ തന്നിരിക്കും. അങ്ങനെയല്ലേ പത്രോസ് പറയേണ്ടത്? നമ്മുടെ സ്വഭാവമായിരുന്നെങ്കിൽ. അപ്പോൾ കർത്താവ് ചോദിക്കും, നീ 10 എണ്ണം തന്നെ തരുമോ അതോ 9 എണ്ണം തന്നിട്ട് പറ്റിക്കുമോ? പറഞ്ഞു, ഇല്ലില്ല, ഞാൻ നിനക്ക് 10 എണ്ണം തരും, എന്നാൽ ഞാൻ നിൻ്റെ കൂടെ എല്ലാ ദിവസവും വന്നേക്കാം. ഈ കർത്താവിനെയല്ലേ നമുക്ക് കൂടുതൽ പരിചയം. പക്ഷെ ശിഷ്യന്മാർ അവിടെ വന്നിട്ട് ഈ പത്രോസ് നോക്കിയപ്പം അവിടെയും ഒരു മീൻ പോലും രാത്രി ഇല്ലായിരുന്നു. പത്രോസിനറിയാം, ഒറ്റ കമാൻഡിൽ അത്രയും മീനുകൾ ഈ വലയിൽ കയറിയെങ്കിൽ അതവിടെ ഇല്ലാതിരുന്ന മീനിനെ കർത്താവ് വിളിച്ചുകൊണ്ട് വന്നാന്നുള്ള കാര്യം പത്രോസിന് മനസ്സിലായി. പത്രോസ് മീനിനെ പിന്നെ നോക്കിയതേ ഇല്ല. വല കീറുമില്ല, അവൻ്റെ പ്രശ്നമല്ലായിരുന്നു. അവൻ എവിടെ കൊണ്ട് വിറ്റു, എത്ര കിട്ടിയോ ഒന്നും നോക്കിയില്ല. ഉള്ളതെല്ലാം അവിടെ വിട്ടു. ഏറ്റവും നല്ല ബിസിനസ് കിട്ടിയ ദിവസം അത് കളഞ്ഞ് നശിപ്പിച്ച് എറിഞ്ഞ് കളഞ്ഞിട്ട് കർത്താവിൻ്റെ കൂടെ പോയി. അതാണ് ദൈവത്തിൻ്റെ രാജ്യം. കർത്താവ് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് പിന്നെ മീൻ പിടിക്കുമായിരുന്നെങ്കിലോ അത് പത്രോസിൻ്റെ രാജ്യമായിരുന്നേനെ. ഈ ഡിഫറൻസ് ഒരു വലിയ ഡിഫറൻസാണ്. നമുക്ക് കർത്താവിനെ വേണമെന്നല്ല, കർത്താവിന് നമ്മളെ വേണം എന്നുള്ളതാണ്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ അവൻ്റെ വഴിക്ക് വരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ നമ്മുടെ വഴിയിലേക്ക് കർത്താവ് വരികയല്ല, അവൻ്റെ ഇടുക്ക് വഴിയിലേക്ക് നമ്മൾ കയറി പോവുകയാണ്. ഈ പ്രവാചകന്മാർ വന്നിട്ട് നിനക്ക് വിശാലമായി വഴി തുറന്നിരിക്കുന്നു പറയുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ പുറകെ ചോദിക്കണ്ടേ, ഇടുക്ക് വഴി എപ്പോൾ തുറക്കുമെന്ന് ചോദിക്കണ്ടേ? ചോദിക്കില്ല. പ്രിയ സഹോദരങ്ങളെ, വലിയ വഞ്ചനയിലാണ് നമ്മുടെ വിശ്വാസ ലോകം അകപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥ ക്രിസ്തുവിനെ അല്ലാത്തൊരു ക്രിസ്തുവിനെ ഇവിടെ പ്രസിദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ തുള്ളലും ബഹളവും, ഇവിടെ ബാംഗ്ലൂർ ഉണർവ്, അവിടെ ഉണർവ്, ഇത് കഴിയുമ്പോൾ ഇവർക്ക് യേശു ക്രിസ്തു എന്നൊരു വാക്കുപോലും പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ഒരു പ്രശസ്തനായ പ്രസംഗം പറഞ്ഞാണ്, ഈ വചനം അധികം പറയുന്നവരൊന്നും വിളിപ്പിക്കരുത്, പിന്നെ ആരാധന വെളിപ്പെടൂലെന്ന്. അപ്പൊ അത് എന്ത് ആരാധനയായിരിക്കും അത്? ക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പം ആരാധിക്കാൻ പറ്റാതെ തളർന്നു പോകുന്നുണ്ടെങ്കിൽ അത് ഏത് ആത്മാവായിരിക്കും? ഇന്ന് കത്തുന്ന അന്യാഗ്നി, ക്രിസ്തുവില്ലാത്ത വ്യാപാരങ്ങൾ, ക്രിസ്തുവില്ലാത്ത നമ്മൾ രാജാക്കന്മാരായി മാറുന്ന ആത്മീകത, ഇതെല്ലാം നമ്മൾ അകപ്പെട്ടിരിക്കുന്ന വഞ്ചനയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ ധനവാനായ മനുഷ്യരോട് കർത്താവ് പറഞ്ഞു, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. അപ്പോൾ ഇവന് ഭയങ്കര സമ്പത്തുള്ള ആളായതുകൊണ്ട് അവൻ ദുഃഖിച്ച് കടന്നുപോയി. കാശുള്ളവർക്കാണ് കൊടുക്കാൻ പാട്, കാശില്ലാത്തവർക്ക് കൊടുക്കാൻ വലിയ പാടൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ആകെ 500 രൂപ ഉണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ എടുത്ത് കൊടുക്കും. അതേസമയത്ത് നിങ്ങളുടെ 5 കോടി ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ എടുത്ത് കൊടുക്കുമോ? 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 4,99,999,500 കാണുള്ളൂ. 500 കട്ടാവും. അപ്പോൾ 5 കോടി തയ്ക്കാൻ ഇനി 500 എവിടെ നിന്ന് ഉണ്ടാക്കാമെന്ന് ആലോചിക്കേണ്ടി വരും. റൗണ്ട് ഫിഗർ ആക്കണ്ടേ? ഉള്ളവന് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇല്ലാത്തവൻ 500 രൂപ, ആകെ ഉള്ളവൻ 500 രൂപയ്ക്ക് അത്ര വിലയുള്ളൂ, അവനെടുത്ത് കൊടുക്കുക. അല്ല വേറെ എന്താ ചെയ്യാനാ? ഇതുകൊണ്ടും വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഉള്ളവന് കൊടുക്കാൻ പാടില്ല. അതാണ് ആ ധനവാൻ കാണിക്കുന്നത്. ഈ ധനവാൻ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ എളുപ്പം ഒരൊട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നതാണ്. നിങ്ങൾ സൂചിക്കുഴ കണ്ടിട്ടുണ്ടോ? അതിൽ ഒട്ടകം കിടക്കുമോ? കിടക്കൂല. പക്ഷെ നമ്മുടെ ചർച്ചിൽ ഒട്ടകങ്ങൾ വന്നില്ലേ നമ്മുടെ പരിപാടി നടക്കുമോ? വലിയ ആത്മാക്കൾ വരണ്ടേ, വിലയേറിയ ആത്മാക്കൾ. അപ്പം നമുക്ക് 2 വഴിയുണ്ട്. ഒന്നുകിൽ സൂചിക്കുഴ വലുതാക്കാം, അതാണ് വഴി. സൂചിക്കുഴ എവിടം വരെ വലുതാക്കാം? ഒരു ഒട്ടകം കയറുന്ന പോലെ വലുതാക്കണം. അപ്പം ചില പണ്ഡിതന്മാർ വന്ന് പറഞ്ഞു, യെരുശലേമിലേക്ക് പോകുന്ന
വഴിയിൽ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൻ്റെ പേര് സൂചിക്കുഴ എന്നാണ്. അത് ഇത്തിരി കുനിഞ്ഞ ഗേറ്റാണ്. ഒട്ടകങ്ങൾ പോകുമ്പം ഒന്ന് കുനിഞ്ഞാൽ കയറിപ്പോകാം. അപ്പോൾ ധനവാന്മാരെ ചർച്ചിനകത്ത് കയറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് കുനിഞ്ഞാൽ മതി. ഒന്ന് കുനിയുമ്പോൾ 10% കുറയും. അപ്പോൾ ധനവാന്മാർക്കകത്ത് കയറാം. പക്ഷെ കർത്താവ് പറഞ്ഞ സൂചിക്കുഴ അതല്ല, നമ്മൾ തയ്ക്കുന്ന സൂചി തന്നെയാണ്. ഈ തയ്ക്കുന്ന സൂചി ഉണ്ടല്ലോ, നമ്മുടെ കയ്യിരിക്കുന്ന കുഞ്ഞു സൂചി, അതിനകത്തോടെ ഒരു ഒട്ടകം കയറുന്ന കാര്യം തന്നെയാണ് കർത്താവ് പറഞ്ഞത്. അതെനിക്കെങ്ങനെ അറിയാമെന്നല്ലേ? അടുത്ത വാക്യത്തിൽ ശിഷ്യന്മാർ ഇത് കേട്ട് പേടിച്ചു പോകുന്നുണ്ട്. ശിഷ്യന്മാർ ചകിതരായി എന്നാണ് അത് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത്. ഓ ചകിത് ഹോകെ, അത് ആശ്ചര്യം, ഞെട്ടലോടെ ഉണ്ടാകുന്ന ഒരു ആശ്ചര്യം ഉണ്ടല്ലോ. അപ്പൊ ഇവർ പറയാണ്, അയ്യോ സൂചിക്കുഴയോ? അടുത്ത വാക്യം എന്താ? ശിഷ്യന്മാർ അത് കേട്ട് ആശ്ചര്യപ്പെട്ടു. അപ്പൊ ആ കുനിഞ്ഞു പോകുന്ന കാര്യമാണെങ്കിൽ ഇത്ര ആശ്ചര്യപ്പെടേണ്ട കാര്യമുണ്ടോ? കുനിഞ്ഞു പോകുന്ന കാര്യമാണെങ്കിൽ ആശ്ചര്യപ്പെട്ടു, ഞെട്ടേണ്ട കാര്യമുണ്ടോ? എന്നിട്ട് അടുത്ത ചോദ്യം എന്നറിയോ? ശിഷ്യന്മാരെന്താ ചോദിച്ചേ? അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചു. അപ്പോൾ സൂചിക്കുഴ പോലൊരു കുഞ്ഞു വഴിയുമായിട്ട് വന്നാൽ രക്ഷിക്കപ്പെടാൻ ഒട്ടകം പോകില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു പൂച്ച പോലും പോകില്ല. ധനവാൻ ഒട്ടകമാണെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു പൂച്ചയെങ്കിലും ആണല്ലോ, അല്ലെങ്കിൽ ഒരു പാറ്റയെങ്കിലും ആണല്ലോ, അല്ലെങ്കിൽ ഉറുമ്പെങ്കിലും ആണല്ലോ, അല്ലെങ്കിൽ കൊതുകെങ്കിലും ആണല്ലോ. ഇതൊന്നും കിടക്കൂല. അതെങ്ങനെ മനസ്സിലായത് അത് അങ്ങനെയാന്ന്? അടുത്ത വാക്യത്തിൽ കർത്താവ് പറയുന്നു, അത് മനുഷ്യരാൽ അസാധ്യം. ഏത് അസാധ്യം? ഈ ദൈവരാജ്യത്തിൽ കിടക്കുക എന്ന് പറയുന്നു, കർത്താവിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുക എന്ന് പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് പറയുന്നു, മനുഷ്യരാൽ അസാധ്യം. അവിടെ നിൽക്കരുത്. അടുത്ത വാക്യം പറയാണ്, ദൈവത്താൽ സകലതും സാധ്യം. അപ്പോൾ ഒരു മിഷണറി ഉണ്ടാകണമെങ്കിലും, നമ്മൾ ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു കൽപ്പന അനുസരിക്കണമെങ്കിലും അത് ദൈവത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മൾ റോമാലേഖനത്തിൽ വായിച്ചത്. ഇതല്ല ഒന്ന് തന്നെയാണ്. റോമാലേഖനം പറയുന്നത് അവൻ നമ്മുടെ ഹൃദയങ്ങളെ മാറ്റുന്ന ഒരു നീതി, ന്യായപ്രമാണത്തിലൂടെ അല്ലാത്ത ഒരു നീതി നമുക്ക് കാണിച്ചു തന്നു എന്നാണ്. ഇതാണ് ബൈബിളിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. ഞാനൊരു നല്ല പ്രസംഗം ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ല കേട്ടോ. ബൈബിൾ ഇതാന്ന് പറയാൻ വേണ്ടി വന്ന. ഇതാണ് ബൈബിൾ, ഇതാണ് വേദോസം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉത്തരം എങ്ങനെയാണ്? നമുക്ക് സൂചിക്കുഴക്കട കിടക്കണോ വേണ്ടയോ? പറ, കിടക്കണോ വേണ്ടയോ? കിടക്കണം. ഒട്ടകം കിടക്കൂല, അംബാനി അദാനി ഒന്നും കിടക്കൂല. നമ്മൾ കിടക്കുവോ? കിടക്കൂല. കാരണം അവർ ആ ഒട്ടകമാണെങ്കിൽ നമ്മൾ ഒരു ഈച്ചയെങ്കിലുമാണ്. ഒരു ഈച്ച പോലും ഇതിനകത്ത് കിടക്കൂല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നിക്കോദോമസിന്റെ കർത്താവ് പറയാണ്, നീ വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തിൽ കിടക്കരുത്. അതും കൂടെ കൂട്ടി ചേർത്ത് ഒന്ന് ചിന്തിച്ച് നോക്കി. ഒട്ടകം സൂചിക്കുഴയുടെ കിടക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം. എങ്ങനെ വീണ്ടും ജനിക്കണം? വീണ്ടും ഒരു നല്ല ഒട്ടകമായിട്ട് ഇന്നോട് ജനിച്ചാൽ സൂചിക്കുഴയുടെ കയറുവോ? കയറുവോ? ഇനി ഞാൻ ദൈവരാജ്യത്തിൽ കിടക്കണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ ജനിക്കണം. കുറച്ചും കൂടെ ഡീസൻ്റ് ആയ ഞാനായിട്ട് ഒന്നും കൂടെ ജനിച്ചാൽ മതിയോ? പല ആൾക്കാർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. ഒരു ചാൻസ് കൂടെ കിട്ടുമായിരുന്നെങ്കിൽ, ചെറുപ്പം തൊട്ട് ജീവിക്കാൻ ഒരു ചാൻസ് കൂടെ കിട്ടുമായിരുന്നെങ്കിൽ, ഞാൻ നല്ലപോലെ LKG പോയി പഠിച്ചേനെ, നല്ലപോലെ 10th ക്ലാസ്സിൽ പാസ്സായേനെ, നല്ലൊരു ജോലി സംഘടിപ്പിച്ചേനെ, കുറച്ചുകൂടി നല്ലൊരു കല്യാണമെങ്കിലും കഴിച്ചേനെ, ഒരു ചാൻസ് കൂടെ കിട്ടുമായിരുന്നേ. പക്ഷെ അങ്ങനൊരു ചാൻസ് ഇനി കിട്ടത്തില്ല. കിട്ടിയത് അനുഭവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ വേറൊരു ചാൻസ് ഉണ്ട്. ദൈവരാജ്യത്തിൽ പോകാൻ നമുക്ക് വീണ്ടും ജനിക്കാം. പക്ഷെ വീണ്ടും ജനിച്ചാൽ ഒരു കാര്യമുണ്ട്, സൂചിക്കുഴക്കൂടെ കയറുന്ന രീതിയിൽ വേണം വീണ്ടും ജനിക്കാൻ. അപ്പൊ എന്തായിട്ട് ജനിക്കേണ്ടി വരും? നൂലായിട്ടാ? എൻ്റെ ദൈവമേ, നൂല് നമ്മൾ കടത്താൻ വിടുന്ന പാട്. അത് തന്നെ കടന്നു പോവോ? ഇത് തന്നെ കിടക്കണം. അപ്പം അങ്ങനെ വീണ്ടും ജനിക്കണം. അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന സ്ട്രക്ചറും ഷേപ്പും കൊതിയും മോഹങ്ങളും ലോകത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും എല്ലാം പൊളിഞ്ഞ് നശിച്ച് നമ്മൾ അതിനകത്തോടെ കയറി പോകുന്ന പോലെ ആണ്. അതെങ്ങനെയാകും? എങ്ങനെയാകും? ആഗ്രഹമുണ്ട് അങ്ങനെ ആകണമെന്ന്. ആ അത്ഭുതമായി ബൈബിൾ മുഴുവൻ പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് ഇതുവല്ല അറിയാമായിരുന്നോ? 7-ാം വാക്യം വായിച്ച്, 3:7, യോഹന്നാൻ 3:7. യോഹന്നാൻ 3:7 നിക്കോദമോസിനോടുള്ള കോൺവെർസേഷൻ കേൾക്കുമ്പോഴേ യോഹന്നാൻ 3 എടുക്കണം. വായിച്ചേ, വായിച്ചോ. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയിൽ ആശ്ചര്യപ്പെടരുത്.
കാറ്റ് ഇഷ്ടമുള്ളവരോട് തൂതുന്നു. അതിന്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതുപോലെയാകും. ആരെ പോലെയാകും? വായു പോലെയാകും, കാറ്റ് പോലെയാകും. അപ്പൊ നമ്മൾ സൂചിക്കുഴയുടെ കയറണമെങ്കിൽ നമുക്ക് എന്തിന്റെ സ്വഭാവം വേണം? കാറ്റിന്റെ സ്വഭാവം വേണം. എവിടെ നിന്ന് വന്നാലും കുഴപ്പമില്ല, എങ്ങോട്ട് പോയാലും കുഴപ്പമില്ലാത്ത രീതിയിലാകണം. അങ്ങനെ ആകുമ്പം നമ്മൾ സൂചിക്കുഴയുടെ കയറി ഇറങ്ങും എന്ന് പറഞ്ഞാൽ കർത്താവിന് ഏത് പരിസ്ഥിതിയിൽ നമ്മളെ വിളിക്കാനും കൊണ്ടുപോകാനും ഒക്കെ പറ്റണം. ഈ ലോകത്തിലുള്ള ഖരപദാർത്ഥങ്ങൾക്കെല്ലാം, സോളിഡ് സബ്സ്റ്റൻസസിനെല്ലാം വലിയൊരു ആഗ്രഹമുണ്ട്. ഇത് ഇവിടെ ഇരിക്കുന്ന ഈ കുപ്പി നിങ്ങൾ കാണുന്നുണ്ടോ? എല്ലാവരും ഈ ടേബിളിൽ ഒരു കുപ്പി ഇരിപ്പുണ്ട്. ഈ സൈഡിൽ ഇരിക്കുന്നവർ കാണുന്നില്ലെങ്കിൽ കാണാമല്ലോ അല്ലേ? ഈ കുപ്പിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് പറയാം? ഈ കുപ്പിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇനി ഇവിടുന്ന് താഴെ വീഴാം, നല്ലൊരു കാറ്റടിക്കും, ആരെങ്കിലും തട്ടു ചെയ്ത് കഴിഞ്ഞാൽ താഴെ വീഴാം. അപ്പം അത്ര സ്റ്റെബിലിറ്റി അതിനുള്ളൂ. ഓക്കെ, ഇതിനെവിടെയെങ്കിലും താഴെ വീഴണം, അപ്പോൾ ഉരുണ്ടു പോകും, അപ്പോഴും സ്റ്റെബിലിറ്റി ഇല്ല. അപ്പോൾ ഈ കുപ്പിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? ഇനി ഉരുളാത്ത, ഇനി തട്ടിമറിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് പോയി സെറ്റിലാവണം. അതല്ലേ ആഗ്രഹം? കുപ്പിയുടെ ആഗ്രഹം ആണോ അല്ലയോ? നിങ്ങൾക്ക് എന്തോ ഞാൻ പറയുന്നത് മനസ്സിലായി വരുന്നുണ്ടെന്ന് തോന്നുന്നു, അത് ചിരിക്കുന്നേ. ഇത് സോളിഡ്, ഈ കുപ്പി ഒരു സോളിഡ് സബ്സ്റ്റൻസാണ്, കല്ല് പോലെ. ഇത് സോളിഡാ, അകത്തുള്ള ലിക്വിഡ് നിങ്ങൾ ഓർക്കണ്ട, ഈ കുപ്പിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഹൃദയം കല്ല് പോലാണെങ്കിൽ, നമ്മുടെ സ്വഭാവം കല്ല് പോലാണെങ്കിൽ, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? ഇനി ഉരുളാതെ, ഇനി എവിടെയെങ്കിലും മറിഞ്ഞു വീഴാതെ, ഒരു വാടക വീട്ടിൽ നിന്ന് അടുത്ത വാടക വീട്ടിലോട്ട് ഓടേണ്ടി വരാതെ എവിടെയെങ്കിലും ഒന്ന് സെറ്റിലാവണം. നിങ്ങളുടെ വീട്ടിൽ പോയി രഹസ്യമായിട്ട്, ഞാൻ ഇതിനേക്കാളൊക്കെ വലിയ പ്രവാചകനാണ് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും, അങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ആ പ്രാർത്ഥനാ ലിസ്റ്റ് എടുത്ത് നോക്കി, മുഴുവൻ സെറ്റിൽമെൻറ്റിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരിക്കും 90%. കർത്താവെ, മക്കളുടെ കാര്യം സെറ്റിലാക്കി തരണേ, ഞങ്ങളെ സെറ്റിലാക്കി തരണേ, ഞങ്ങൾക്ക് ഇതുവരെ ഒരു വീടില്ല, വീട് കിട്ടിയവർക്ക് പോലും ഇനി സെറ്റിൽമെൻറ്റ് വേറെ എന്ത് രീതിയിൽ സെറ്റിലാകാമോ, പത്രം വാങ്ങിക്കാൻ പോലും അല്ലെങ്കിൽ പച്ചക്കറി മേടിക്കാൻ പോലും വെളിയിറങ്ങേണ്ടി വരരുത്. കംപ്ലീറ്റ്ലി സെറ്റിൽഡ് ആൻഡ് ലോക്ക്ഡ്. അത് ആമസോൺകാർ കൊണ്ടു തരുവാണെങ്കിൽ അത്ര സന്തോഷം. അവർ വെച്ചും കൂടെ തരുവാണെങ്കിൽ ഞാൻ ആ കട്ടിൽ ഇരുന്നോണ്ട്. അതാണ് നമ്മുടെ സ്വപ്നം. ശുശ്രൂഷിക്കാൻ പരിപാലകർ, പരിചാരകർ, പിള്ളേരെല്ലാം ഇഷ്ടംപോലെ കാശുമായിട്ട് സെറ്റിൽ. ഇത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കൊതി. ഇത് എല്ലാവരും വെളി പറയത്തില്ല, ഞാനിപ്പോൾ വെളി പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ അവസാനം പിള്ളേരെല്ലാം എവിടെയെങ്കിലും വിട്ട് അവരൊക്കെ ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്നു. ഞാനിതാ പുതുതായി പണിത ആ നാട്ടിലെ ഏറ്റവും നല്ല വീട്, അതിൻ്റെ ഫ്രണ്ടിലെ ചാരുകസേരയിൽ കിടന്ന് മനോരമ വായിക്കുന്നു. ഇത്രയും മനോഹരമായ സെറ്റിൽമെൻറ്റ് എവിടെയുണ്ട്? മനോരമ കിടന്നുകൊണ്ട് നിര്യാതരായി കോളം നോക്കുന്നു, എവിടെയെല്ലാം ആരെല്ലാം മരിച്ചു, എൻ്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കുന്നില്ല. അവിടെ ശവടക്കിന് പോയി, ഇവിടെ ശവടക്കിന് പോയി, ഇങ്ങനെ കാലം കഴിക്കുന്നു. എങ്ങനെയുണ്ട് സെറ്റിൽമെൻറ്റ്? ഗുഡ് ഐഡിയ? കല്ലുപോലെ. കർത്താവ് പറയാണ്, എസെക്കിയേൽ 36:25 തോന്നുന്നു, അതെ 25 പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ ശുദ്ധിയുള്ളവരായി മാറും, നിങ്ങളുടെ വിഗ്രഹങ്ങളെല്ലാം ഞാൻ എടുത്തു മാറ്റി, നിങ്ങളുടെ കല്ലുപോലുള്ള ഹൃദയത്തെ ഞാൻ മാറ്റിയിട്ട് പുതിയൊരു ആത്മാവിനെ തന്ന് ആത്മസ്വഭാവമുള്ളൊരു ഹൃദയം. ഈ ആത്മാവെന്നുള്ള വാക്ക് ഗ്രീക്കിൽ ന്യൂമാന്നാണ്. ന്യൂമ എന്ന് പറഞ്ഞാൽ കാറ്റെന്ന് തന്നെ അർത്ഥം. ശരിക്കും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാൻ വേണ്ടി, ആത്മാവിനെ കുറിച്ച് പറയാൻ വേണ്ടി ഈ ശിഷ്യന്മാരെടുത്ത ശബ്ദം കാറ്റ് എന്നുള്ളതിൻ്റെ ഗ്രീക്ക് തന്നെയാണ്. അപ്പൊ ഈ കാറ്റ് പോലെ വീശുക നമ്മുടെ മൈൻഡ് അങ്ങനെ ആകുന്നത്. നമ്മൾ ചിലപ്പോൾ ഒരിടത്തും പോകില്ലായിരിക്കും. കർത്താവ് പറയുന്നത് നീ ഇവിടെ തന്നെ ഇരുന്നോ, ഓക്കെ, പക്ഷെ നമ്മുടെ മൈൻഡ് കർത്താവിൽ മാത്രം റെസ്റ്റ് ചെയ്യുന്നുള്ളൂ. വേറെ ഒരു സെറ്റിൽമെൻറ്റും ആഗ്രഹിക്കുന്നില്ല. കാരണം കർത്താവ് എന്ത് പറഞ്ഞാലും അതാണ് എൻ്റെ സെറ്റിൽമെൻറ്റ്. ദ സേഫസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ് ഈസ് വെയർ ഗോഡ് കീപ്സ് അസ്. അതാണ് ഒരു ശിഷ്യൻ എന്ന് പറയുന്ന മിഷണറിമാർ എങ്ങനെ ഉണ്ടാകുന്നത്? അവരും കല്ലുപോലെ ആകാൻ വേണ്ടി പ്രാർത്ഥിച്ചവരാ. ഈ മിഷണറിമാരെല്ലാം കല്ലുപോലെ ആകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നടന്ന ഒരു കാലത്ത് അവരുടെ കർത്താവ് പറഞ്ഞു, നീ കല്ലുപോലെ ആകാനല്ല, കാറ്റ് പോലെ ആയിക്കോ. ഇതാ ജോലി രാജിവെച്ചു, നേരെ ഏതെങ്കിലും സുവിശേഷ ഫീൽഡിലോട്ട് പോയി. തിരിച്ചു വരുമോയെന്ന് അറിയത്തില്ല. അവർ ഒരു
ഇറാഖ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഒരു രാജ്യത്ത് എന്നാൽ ഭയങ്കര അക്രമം നടക്കുന്ന സ്ഥലം, അമേരിക്കയുടെ ബോംബൊക്കെ വന്ന് വീഴുന്ന സമയം. അപ്പോൾ അവിടെ 2-3 മിഷണറിമാരുടെ ഒരു ടീമുണ്ട്. അപ്പോൾ ഈ ടീം ലീഡേഴ്സ് അവരോട് പറഞ്ഞു, അമേരിക്കയുടെ ബോംബ് വന്ന് വീണ് കഴിഞ്ഞപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ക്ലിയർ ചെയ്യുക, കാരണം ബോംബുകൾ ഇനിയും വരും, യുദ്ധം നീണ്ടു നിൽക്കും, പിന്നെ നമുക്ക് പോകാം. അപ്പോൾ ഇവർ പറഞ്ഞെന്നറിയോ, അവരന്ന് ഒരാളെ സ്നാനപ്പെടുത്തിയുള്ളൂ. കുറേ നാളുകൾ കാത്തിരുന്ന് ഒരാളെ സ്നാനപ്പെടുത്തി. അവരെ ഇട്ടിട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് അവരെ വളർത്താൻ, വിശ്വാസത്തിൽ വളർത്താൻ തിരിച്ചു എന്നാൽ അവർ സ്വീകരിക്കില്ല. കാരണം ദുഃഖം വന്നപ്പോൾ ഇട്ടിട്ട് പോയവരായിട്ട് ഞങ്ങൾ മാറും. അതുകൊണ്ട് അവരുടെ കൂടെ മരിക്കാൻ ഞങ്ങളിവിടെ താമസിക്കുമെന്ന് അവർ പറഞ്ഞു. ചുറ്റും ബോംബുകൾ വീഴുമ്പോൾ അവർക്കറിയാം മരിച്ചാലും കുഴപ്പമില്ല, കർത്താവിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ഇതെന്തുകൊണ്ടാണ് തോന്നുന്നറിയോ? എൻ്റെ സ്വന്തം നീതി അല്ലാത്തത് കൊണ്ടാണ്. എനിക്ക് കർത്താവ് ഒരു നീതി ദാനമായി നൽകിയിട്ടുണ്ട്. അത് വിശ്വാസത്താൽ ലഭിക്കുന്ന, അത് ഹൃദയപരിവർത്തനമാണ്. ദൈവം എൻ്റെ ഹൃദയത്തെ കാറ്റുപോലെ ആക്കുമ്പോൾ എൻ്റെ നീതി എൻ്റെ സ്വന്തമല്ല, അത് യേശുവിൻ്റെ ദാനമാണ്. ഇതെന്തുകൊണ്ടാണ് യേശുവിൻ്റെ ദാനമായൊരു നീതിയെക്കുറിച്ച് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോമാലേഖനം 3:26 നമുക്ക് വായിക്കാം. 26, 27. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഈ കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു. എങ്ങനെ ചെയ്തു? 21 വാക്യം വായിച്ച. 21 വാക്യം. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അടുത്ത 25 വാക്യം വായിച്ചേ. 24 വാക്യം. 24. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. എന്തിനാ സൗജന്യമാക്കിയത്? 26 വാക്യം. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന്. ഓക്കെ. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ വെച്ച് ആദവും ഹവ്വയും പാപം ചെയ്തു. നമുക്കറിയാം. പാപം ചെയ്ത ശേഷം അവരെന്ത് ചെയ്തു? അവർ നഗ്നരാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ അത്തിയില കൊണ്ട് അരയാട ഉണ്ടാക്കിയിട്ടു. ഈ അരയാട ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് പരസ്പരം തോന്നി, കൊള്ളാം, നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, ആ പഴം തിന്നത് നന്നായി, ഇത്രയും നാൾ നമ്മളിവിടെ തുണിയില്ലാതെ ഇവിടെ നടക്കുമായിരുന്നു, കഷ്ടം, ഇപ്പോഴാണ് ഒരിത്തിരി സംസ്കാരബോധം ഉണ്ടായത്, നേരത്തെ തിന്നേണ്ടതായിരുന്നു, പക്ഷെ ഓർത്തിട്ട് തന്നെ നാണമാകുന്നു. അവരിങ്ങനെ അത്തിയിലേക്ക് എടുത്ത് ഇരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നത്. കർത്താവ് വരുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയോ? അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് ചോദിക്കും ആദമിനോട്, ആദമേ നീ എവിടെയെന്ന് ചോദിച്ചാൽ പറയും, നിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ നഗ്നനായതുകൊണ്ട്. അപ്പം ശരിക്കും അന്നേരം ഈ അത്തിയിലയുടെ തുണി ഉടുത്തോണ്ടാണ് ആദം ഓടുന്നത്. അവനെ കൊണ്ട് പറ്റുന്നവരൊക്കെ നീതിമാനാകാൻ ശ്രമിച്ചു, മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ അഭിനയിച്ചു. ഈ അത്തീല എന്ന് പറയുന്ന ഒരു അഭിനയ നീതിയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിനയിച്ചു. ഭയങ്കര ഉപവാസമായിരുന്നു, ഭയങ്കര പ്രാർത്ഥനയും കൈയിടിയായിരുന്നു, പക്ഷേ ഹൃദയം ഭയങ്കര വൃത്തികേടായിരുന്നു. അതാരും കണ്ടില്ല, അത് ദൈവം മാത്രമേ കണ്ടുള്ളൂ. ദൈവം വന്നപ്പോഴാണ് മനസ്സിലായത്, ഇതും കൊണ്ടൊന്നും എൻ്റെ സ്വഭാവം മാറുന്നില്ലെന്നും നഗ്നത മറയുന്നില്ലെന്നും. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? കുഞ്ഞാടിൻ്റെ നീതിവസ്ത്രം, ഒരാടിനെ കൊന്നിട്ട് അവൻ്റെ വസ്ത്രമെടുത്ത് ഇവരെ അണിയിച്ചു. എന്തിനാ അണിയിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ദിവസവും നീതിമാനാകാൻ വേണ്ടി നമ്മുടെ കുഞ്ഞു കുഞ്ഞു നീതി വെച്ച് അത്തിയില ഉണ്ടാക്കി ഇട്ട് അവനേക്കാൾ ബെറ്റർ അത്തീല എൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ശരിയാണോ ഞാൻ പറഞ്ഞത്? ശരിയാണോ? പക്ഷെ കർത്താവ് വന്ന് ഹൃദയത്തിലേക്ക് നോക്കുകയാണ് മനസ്സിലാകുന്നത്, വിശ്വാസി എന്നും പറഞ്ഞ് ബൈബിൾ പിടിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ ഉള്ളിലും അത്യാഗ്രഹം, അപ്പുറത്ത് വേറെ ദൈവങ്ങളെ വിളിക്കുന്നവരുടെ ഉള്ളിലും അത്യാഗ്രഹം. രണ്ടും നരകയോഗ്യർ. രണ്ടുപേരുടെ ഉള്ളിലും സ്വാർത്ഥത, ലോകത്തിൻ്റെ മഹത്വം. അത് ബൈബിൾ പിടിക്കുന്നവർക്കും മോഹം, ബൈബിൾ പിടിക്കാത്തവർക്കും മോഹം. രണ്ടുപേരുടെയും വീട്ടിൽ അമ്മായിമ്മയും മരുമോളും വഴക്ക്, രണ്ടുപേരുടെയും വീട്ടിൽ ഒരുപോലെ. പക്ഷെ ഒരാളുടെ കയ്യിൽ ബൈബിളുണ്ട്, മറ്റേയാളുടെ കയ്യിൽ ബൈബിളില്ല. കർത്താവ് നീതിമാനായതുകൊണ്ട് രണ്ടു കൂട്ടരും നരകത്തിൽ പോകും. എങ്ങനെയുണ്ട് ഐഡിയ? അപ്പോൾ ദൈവം നോക്കുമ്പോൾ ഒറ്റ നീതിമാൻ പോലും ഇല്ല. എന്നിട്ട് കർത്താവ്, അപ്പോൾ ഈ ആദമിനോടും ഹവ്വയോടും കർത്താവ് അവസാനം ചോദിക്കുന്നുണ്ട്, ആദം നീ എന്തിനാ പഴം തിന്നെന്ന് ചോദിക്കുമ്പോൾ, നീ എന്തിനാ അത് തിന്നെന്ന് ചോദിച്ചപ്പം ആദം എന്താ പറഞ്ഞേ? അയ്യോ കർത്താവെ, ഞാൻ തിന്നുപോയി, സോറി, ഇനി മേലെ തിന്നില്ല, ഇനി ഒരു ചാൻസും കൂടെ തരണമെന്ന് പറഞ്ഞില്ല. എന്താ പറഞ്ഞു? നിന്റെ കുഴപ്പം തന്നെയാണ്. ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ ഇങ്ങനൊരു ഭാര്യ നീയല്ലേ തന്നത്? ഞാൻ ചോദിച്ചോ ഇത്ര നീളമുള്ള, ഇത്ര മുടിയുള്ള, ഇത്ര വിദ്യാഭ്യാസമുള്ള ഒരു
ഭാര്യ എനിക്ക് വേണം ഞാൻ പറഞ്ഞില്ലല്ലോ, ഇന്നത്തെ പിള്ളേരെ പോലെ. ഞാൻ കിടന്ന് ഉറങ്ങിയപ്പോൾ നീ എനിക്ക് തന്ന ഭാര്യ, അപ്പം നീയല്ലേ ഉത്തരവാദി. ഹവയോട് ചോദിച്ചപ്പോൾ ഹവ പെന്തക്കോസ്തുകാരി ആയിരുന്നുകൊണ്ട് ഹവ പറഞ്ഞു എല്ലാം സാത്താൻ്റെ കളിയാന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും സ്വയമേ കുറ്റം ഏറ്റെടുത്തില്ല. ഒരാൾ ദൈവത്തെയും മറ്റേ ആൾ സാത്താനെയും കുറ്റം പറഞ്ഞ് രക്ഷപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതാണ്. അപ്പം നീതിമാനാണെന്ന് ആര് തീരുമാനിക്കും? നീതിമാനാണെന്ന് ആര് നീതിമാനെന്ന് ആര് തീരുമാനിക്കും? അവനവൻ തീരുമാനിക്കും. നിങ്ങളുടെ സഭയിലെ നീതിമാൻ ആരാന്ന് ആര് തീരുമാനിക്കും? പാസ്റ്റർ തീരുമാനിക്കും. ആ ന്യൂ ജനറേഷനിൽ. എന്നാൽ പഴയ ജനറേഷനിൽ പാസ്റ്റർ നീതിമാനാണോ എന്ന് വരെ തീരുമാനിക്കുന്ന അവിടുത്തെ കമ്മിറ്റിക്കാരായിരിക്കും. ശരിയല്ലേ? നമ്മുടെ ചർച്ചിൽ എത്ര നീതിമാന്മാരുണ്ട്, എത്ര കൊള്ളില്ലാത്തവരുണ്ടെന്ന് കണക്ക് നിങ്ങളുടെ മനസ്സിലില്ലേ? ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. അവനൊന്നും ശരിയല്ല, ഇവരൊക്കെ മതി. ഇങ്ങനെ ഇല്ല, ഉണ്ടാവും. ഈ സാധനമാണ് നീതീകരിക്കുന്നവൻ. ഞാൻ തീരുമാനിക്കും അവൻ നീതിമാൻ, അവൻ കൊള്ളാം, ഇവൻ കൊള്ളില്ല. ഇതങ്ങ് കൂടി ഒത്തിരിയായി. പരീക്ഷന്മാർ വന്നിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം മോശം. അവസാനം കർത്താവ് പറഞ്ഞു നിങ്ങളെല്ലാം പോക്കാണ്. ഭയങ്കര അടിയായിരുന്നല്ലേ, മാസ്റ്റർ സ്ട്രോക്ക്. അവസാനം വന്നിട്ട് കർത്താവ് പറയാണ് നിങ്ങളെല്ലാം പോക്കാണ്, ഞാനാണ് നീതിമാൻ. അപ്പോൾ ഉടനെ പരീക്ഷന്മാരെല്ലാം പറയും എന്നാൽ ഞങ്ങളും നീതിമാന്മാരാ. അല്ല, ഞാൻ തീരുമാനിക്കും ആരാ നീതിമാൻ. അത് മനുഷ്യൻ്റെ നീതിയല്ല, എൻ്റെ നീതിയാണ്. അത് തകർന്ന ഹൃദയമുള്ളവരെ വന്ന് സ്വീകരിച്ചോ. ഇത് സൗജന്യമാണ്. ഇതെന്തിനാ ദൈവം ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 27 വാക്യത്തിലുണ്ട്. വായിച്ച് 27 വാക്യം, 3:27. ആകയാൽ പ്രശംസ എവിടെ? ഒരു മനുഷ്യനും പറയരുത് ഞാൻ അനുസരിച്ചിട്ടാണ്. അടുത്ത് ആരും പറയരുത്. അടുത്തത് അത് പോയി. പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. അപ്പൊ വിശ്വാസത്താലുള്ള നീതിയിലേക്ക് നമ്മൾ നോക്കിയപ്പോഴേക്കും, ക്രിസ്തുവിലേക്ക് നോക്കിയപ്പോഴേക്കും നമുക്കൊരു പ്രശംസയുമില്ല. നമ്മൾ പറയാം ഞാനല്ല, എൻ്റെ നീതി ക്രിസ്തുവാണ്. ഇതെൻ്റെ ഉള്ളിലേക്ക് ഫെയ്ത്തായിട്ട് വരിക. ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ്. അവൻ്റെ നീതി ജീവിക്കാനാണ് എന്നെ വിട്ടിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ നീതിയല്ല, അത് ദൈവത്തിൻ്റെ നീതി വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്നതാണ്. എത്ര പേർക്ക് മനസ്സിലായത്? അപ്പോൾ കാറ്റുപോലെ നമ്മളാകുമ്പോൾ നമുക്ക് ദൈവത്തിന് നമ്മളെ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. ദൈവത്തിൻ്റെ ആത്മാവിനെ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളെ മിഷണറി എന്ന് പറഞ്ഞാൽ മിഷണറി, വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ വീട്ടിലിരിക്കും, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. കാരണം നമുക്ക് നമ്മുടെ വില്ലല്ല, എൻ്റെ ഹിതമല്ല, ദൈവമേ നിൻ്റെ ഹിതം എൻ്റെ മുകളിൽ രാജത്വം എടുക്കണം. അപ്പോൾ പിള്ളേർ മിഷണറിമാരായിട്ട് പോകാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു രസകരമായ കാര്യമാണ് പറയാം. ഞങ്ങളുടെ ചർച്ചിൽ ഒരു മിഷണറി, ഒരു പെൺകുട്ടിയുണ്ട്. അവരുടെ അമ്മയൊക്കെ വേറെ പെന്തക്കോസ് വിശ്വാസത്തിലാണ്. വേറെ പെന്തക്കോസ് വിശ്വാസം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ അവർ പറയുന്നത് ഈ മിഷണറി ആയിട്ട് പോയത് ഏതോ ദുരാത്മാവ് കാരണമാണ്. അതുകൊണ്ട് ഈ കുട്ടിയെ വീടിനകത്ത് അടച്ചിട്ടിട്ട് തലേ കൈവച്ച് പ്രാർത്ഥിച്ച്, അതിന് പാസ്റ്റർമാരെ വിളിച്ചിട്ടുണ്ട്. പാസ്റ്റർമാർ വന്ന് തലേ കൈവച്ച് കുലുക്കി ഈ മിഷണറി ആയി പോകുന്ന ഭൂതത്തെ പുറത്താക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് പാസ്റ്റർമാരൊന്ന് പറയാണ് ഇത് ദുസ്വാധീനത്തിൽ പെട്ടതാണ്, ഇങ്ങനെ മിഷണറായിട്ട് പോകണമെന്നൊക്കെ, ഇങ്ങനെ ദൂരെ പോകണമെന്നൊക്കെ പിള്ളേർക്ക് തോന്നുന്നത്. അത് പ്രാർത്ഥിച്ച് ജയമെടുക്കേണ്ട കേസാണ്. ഇത് വേറൊരു പെന്തക്കോസ്. ഇത് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഇത് നമ്മുടെ ഇടയിലൂടെ വളർന്നു വരുന്ന വേറൊരു പെന്തക്കോസാണത്. പ്രിയ സഹോദരങ്ങളെ, മനുഷ്യർ മാത്രമല്ല കാറ്റുപോലെ ആകേണ്ടത്, സഭയും കാറ്റുപോലെ ആകണം. ഈ സഭയും കൂടെ കാറ്റുപോലെ ആയിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പവർഫുള്ളായിരിക്കും. അവിടെ കൃപാവരങ്ങളുടെ ബഹളമായിരിക്കും. നിങ്ങൾക്ക് ലോകമാണോ വേണ്ടത്, കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണോ വേണ്ടതെന്നൊരു ചോദ്യം എപ്പോഴും നമ്മുടെ മുമ്പിൽ കാണും. നമ്മൾ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മുടെ സഭയിൽ നിന്ന് നമ്മൾ ആരെയും പറഞ്ഞു വിടേണ്ടി വരത്തില്ല. കർത്താവിൻ്റെ മിഷണറിമാർ എഴുന്നേറ്റ് പോയിക്കോളും. കാരണം അത് ദൈവത്തിൻ്റെ ശക്തിയാൽ പണിയപ്പെടുന്ന, ദൈവത്തിൻ്റെ കയ്യാൽ പണിയപ്പെടുന്ന ഒരു സഭയിൽ തീർച്ചയായിട്ടും മിഷണറിമാരുണ്ടാകും. അവർ ജീവനെയും മരണത്തെയും പണയം വെച്ച് വെളിയിലിറങ്ങി പോവുകയും ചെയ്യും. പക്ഷെ അതിന് ആത്മാവ് അത് പണിയാൻ നമ്മൾ അനുവദിക്കണം. അതായത് നമ്മൾ ആ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ വരണം. അതായത് കർത്താവെ ഞങ്ങളുടെ ഹിതമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെ നയിച്ചാലും ആ സഭ ആ ശക്തി ഉള്ളൊരു സഭയായി മാറിക്കഴിയുമ്പം തീർച്ചയായിട്ടും അവിടെ മിണ്ടേണ്ട പോലും കാര്യമില്ല. ഞാനൊരൊറ്റ ആളെ പോലും നിർബന്ധിക്കുക പോലും ചെയ്തിട്ടില്ല, പറഞ്ഞിട്ട് പോലുമില്ല. എന്നോട് ഒരു കുടുംബം വന്ന് എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം. അപ്പം ഞാൻ പറഞ്ഞു വൈഫ് പ്രഗ്നൻ്റ് ആണ്, ഈ സമയത്ത് പോകണ്ട, മാർച്ചിൽ പോവാം, കുഞ്ഞുണ്ടായി 3 മാസം കഴിഞ്ഞ് പോവാം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതെന്നറിയോ, കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആരും വിടില്ല, ഇപ്പോൾ പോയാൽ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ആരും അറിയില്ല, ഒരു പരിചയമുള്ള ഒരൊറ്റ ആളുമില്ല, മലയാളിയില്ല, ഹോസ്പിറ്റലുണ്ടോന്ന് പോലും അറിയില്ല, നിങ്ങൾ ഈ ഒരു സമയത്ത് എങ്ങനെ പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ അവർ പറഞ്ഞു പിന്നെ എങ്ങനെ വിശ്വാസം പഠിക്കുന്നതെങ്കിൽ എന്നോട് ചോദിച്ചതാണ്.
അവർ പോയി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എയർപോർട്ട് ചെല്ലുന്നവരെ നിങ്ങൾ പോകാതിരിക്കാനുള്ള പണിയൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ നിങ്ങൾ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ദൈവഹിതമാണെങ്കിലേ നിങ്ങൾ പോകാവൂ. കാരണം എന്താണെന്നറിയോ? അത് ഞാൻ പറയാൻ കാരണം ഞാൻ നിർബന്ധിച്ച് ആരെയും വിട്ടതല്ലെന്ന് പറയാൻ വേണ്ടിയാണ്. അതായത് അവരത് ദൈവഹിതം എന്ന ബോധ്യത്തിലാണ് പോകുന്നത്. അവസാന നിമിഷം വരെ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, അവൻ പോട്ടെ, അവൻ്റെ കൂടെ വേറൊരു കുടുംബത്തോടെ പോകുന്നുണ്ടല്ലോ, നീ പ്രഗ്നൻ്റ് ആണല്ലോ, നിനക്ക് കുഞ്ഞുണ്ടായ ശേഷം പോകാം. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അച്ചായൻ എവിടെ പോയാലും ഞാനും കൂടെ പോയിക്കോളാം എന്ന് കല്യാണത്തിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അച്ചായൻ്റെ കൂടെ പോയി മരിക്കുന്നതാണ് സന്തോഷം. മരിക്കുവാണെങ്കിൽ മരിക്കാം. അവിടെ ബോംബ് വന്ന് 50 മീറ്റർ അപ്പുറത്ത് ബോംബ് വന്ന് വീണപ്പോൾ ഇവർ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞു, ഇവിടെ തൊട്ടടുത്ത് ബോംബ് വന്ന് വീണു. അപ്പോൾ അമ്മ പറഞ്ഞാലെന്നറിയോ? കർത്താവിൻ്റെ വേലയ്ക്ക് പോയി അങ്ങനെയൊക്കെയാണ്, ഒന്നുകിൽ തിരിച്ചു വരാം, അല്ലെ അവിടെ വെച്ച് കാണാം, അത്രേ ഉള്ളൂ. ഇത് ഈ പറയുന്ന അമ്മമാരുണ്ടാകണം, ഇത് പറയുന്ന അപ്പന്മാരുണ്ടാകണം. അവിടെ കാണാം മോനെ എന്ന് പറയുന്ന അമ്മയപ്പന്മാർ ഈ സഭയിൽ ഉണ്ടാകണമെങ്കിൽ ഈ സഭ മുഴുവൻ കാറ്റുപോലെ ആകണം. സഭയിൽ മുഴുവൻ കർത്താവിൻ്റെ വചനത്തെ പ്രമാണിപ്പാൻ തക്കമുള്ള ശിക്ഷണം ഉണ്ടായില്ല. അല്ലാതെ നമ്മൾ ഒരാളെ ഉന്തിത്തള്ളി മിഷണറി ആക്കിയിട്ട് കാര്യമില്ല. ദർ ഷുഡ് ബി എ സ്പിരിറ്റ്, ദാറ്റ് സ്പിരിറ്റ് ഷുഡ് വർക്ക്. കർത്താവിൻ്റെ ആത്മാവ് അനേകരെ എഴുന്നേൽപ്പിക്കുന്ന, സഭയിലേക്ക് എഴുന്നേൽപ്പിക്കുന്ന സഭയ്ക്ക് ആ കാറ്റിൻ്റെ ആ ഒരു സ്വഭാവം ഉണ്ടാകണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശുശ്രൂഷകൾ ഉണ്ടാകണം, പ്രവചനങ്ങൾ ഉണ്ടാകണം, സഭയ്ക്കകത്തുണ്ടാകണം, അത് വിവേചിക്കുന്നവരുണ്ടാകണം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു പ്രോപ്പർ മിഷൻ നമ്മുടെ സഭയിൽ ഉണ്ടാകുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നഷ്ടമായ അനേകം വർഷങ്ങളുണ്ട്. പക്ഷെ ദൈവത്തിന് ഏത് സമയത്ത് ഇത് പണിയാൻ പറ്റുമെന്ന് അറിഞ്ഞിരിക്കുക. ക്രിസ്തുവിലേക്ക് നമ്മൾ മടങ്ങുമ്പോൾ, അവൻ്റെ നീതിയിലേക്ക് നമ്മൾ മടങ്ങുമ്പോൾ, അവൻ്റെ രാജ്യം നമുക്ക് ഏറ്റവും വലുതാകുമ്പോൾ നമ്മുടെ സഭയിൽ അനേകം കൃപാവരങ്ങളുണ്ടാകും, ശുശ്രൂഷിക്കുന്നവരുണ്ടാകും, ശുശ്രൂഷകരുണ്ടാകും, മിഷണറിമാരുണ്ടാകും. ഇതൊന്നും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. കർത്താവ് പണിയുന്ന സഭകളിൽ ഇഷ്ടംപോലെ ശുശ്രൂഷകർ, ദൈവം അവരെ ഒരുക്കിക്കൊള്ളും. അല്ല നമ്മൾ ഉന്തിത്തള്ളു ഒരാളെ പോലും പറഞ്ഞു വിടാൻ പറ്റില്ല. ബട്ട് നമുക്കൊരു കാര്യം തീരുമാനിക്കാൻ, കർത്താവെ നിൻ്റെ ഹിതത്തിന് വെളിയിൽ ഒരു പ്ലാൻ പോലും ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കരുത്, ഞങ്ങളുടെ സഭയിൽ നടക്കരുത്. അന്ത്യകാലത്ത് ഒരു കാറ്റ് പോലെ എല്ലായിടത്തും ക്രിസ്തുവിൻ്റെ സൗരഭ്യം വിതറുന്ന കൂട്ടങ്ങളായി ഞങ്ങൾ മാറണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. ദൈവം തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി കർത്താവെ, അത് എത്രയോ മഹത്വമുള്ള വിളിയാണ്. അങ്ങേപ്പോലെ ആകുവാൻ കർത്താവെ, അങ്ങയുടെ ഒരു ശബ്ദമായി മാറുവാൻ കർത്താവെ, ഞങ്ങളുടെ ഒരു ഗ്ലോറിക്ക് വേണ്ടിയല്ല കർത്താവ്, അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടി അങ്ങയുടെ ഒരു ശബ്ദമായി. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ പോലെ, ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ്, ആ ശബ്ദം മാത്രമാണെന്ന് പറയുന്ന ആ ഒരു മൈൻഡിലേക്ക് കർത്താവെ, ആ ഒരു ഒഴിച്ചു കൊടുക്കലിലേക്ക് കർത്താവ്, ഒരു എംറ്റിയിങ്ങിലേക്ക് ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെയും, ഞങ്ങളുടെ സഭകളെ നയിക്കണമേ. അവിടുത്തെ ആത്മാവ് നയിക്കുന്ന ശുശ്രൂഷകൾ, അനേക ശുശ്രൂഷകൾ ഞങ്ങളുടെ സഭകളിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാവരങ്ങൾ ജ്വലിച്ച് അത് ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന, ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു സഭയായി, കൂട്ടമായി, മിഷണറിമാരെ എഴുന്നേൽപ്പിക്കുന്ന, പറഞ്ഞുവിടുന്ന ഒരു കൂട്ടമായി, ഞങ്ങൾ തന്നെ പോകുന്ന ഒരു കൂട്ടമാക്കി ഞങ്ങളെ അവിടുന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.